നമസ്കാരം. എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ ദത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിൻ്റെ എക്സാമിൻ്റെ മാത്സിൻ്റെ പോർഷൻസിലെ ക്വസ്റ്റ്യൻസാണ്. മാത്സിനകത്ത് രണ്ട് പേപ്പറായിട്ടാണ്, പേപ്പർ 1 പേപ്പർ 2 എന്ന് രണ്ട് പോർഷൻസായിട്ടാണ് മെയിൻസിൻ്റെ എക്സാം നടന്നത്. അതിൽ മാത്സിനകത്തെ 15 മാർക്കുകൾ പേപ്പർ 1-നകത്താണ് PSC ഉൾപ്പെടുത്തിയിരുന്നത്. ആ പേപ്പർ 1-ലെ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം അത് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. എല്ലാവരും ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എ ബാഗ് ഹാസ് ₹785 in the denominations of ₹2, ₹5 and ₹10 coins. The coins are in the ratio 6:9:10. How many coins of ₹6 are in the bag? എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഒരു ബാഗിൽ ആകെ എത്ര രൂപയുണ്ട്? 785 രൂപയുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഒരു ബാഗിൽ ആകെ എത്ര രൂപയുണ്ട്? 785 രൂപയുണ്ട്. ആ 785 രൂപ ഏതൊക്കെ ഡിനോമിനേഷനുള്ള കോയിൻസ് ആണുള്ളത്? 2 രൂപയുടെ കോയിനുണ്ട്, 5 രൂപയുടെ കോയിനുണ്ട്, 10 രൂപയുടെ കോയിനുണ്ട് അല്ലേ? ഒരു ബാഗിൽ ആകെ 785 രൂപയുണ്ട്. അതിനകത്ത് ഏതൊക്കെ കോയിൻസ് ഉണ്ട്? 2 രൂപ കോയിൻസും 5 രൂപ കോയിൻസും 10 രൂപയുടെ കോയിൻസും ഉണ്ട്. ദ കോയിൻസ് ആർ ഇൻ ദ റേഷ്യോ 6:9:10. ആ കോയിൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 6:9:10 ആണ്. അങ്ങനെയാണെങ്കിൽ 5 രൂപ കോയിൻസിന്റെ എണ്ണം, ഹൗ മെനി കോയിൻസ് ഓഫ് ₹5 അല്ലേ ചോദിച്ചേ? 5 രൂപ കോയിൻസിന്റെ എണ്ണമാണ് ചോദിച്ചത്. ഇതെങ്ങനെ ചെയ്യാം ഒന്ന് നോക്കുക. ആദ്യമുള്ളത് ഇതിന്റെ ഡിനോമിനേഷൻസ് അതങ്ങ് എഴുതി വെക്കാം. ഏതൊക്കെയാണ് കോയിൻസ് എന്ന് എഴുതി വെക്കാം. ഏതൊക്കെ കോയിൻസ് ഉണ്ട്? ₹2 ഉണ്ട്, 2 രൂപയുടെ കോയിൻ ഉണ്ട് അല്ലേ? അടുത്ത ഏതാ? ₹5 ഉണ്ട്, 5 രൂപയുടെ കോയിൻ ഉണ്ട്. അടുത്ത ഏതാ? ₹10 എന്ന് പറയുമ്പോൾ 10 രൂപയുടെ കോയിൻസ് ഉണ്ട്. ആദ്യം നമുക്ക് ഈ കോയിൻസ് ഒക്കെ എഴുതി വെക്കാം. കോയിൻസ് എല്ലാം എഴുതി വെച്ചല്ലോ. കോയിൻസ് എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ നമുക്ക് എഴുതാം. ഓരോന്നിൻ്റെ റേഷ്യോ റെസ്പെക്റ്റീവ്ലി ആയിട്ട്. 2 രൂപ കോയിൻസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റേഷ്യോ 6, 5 രൂപ കോയിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റേഷ്യോ 9, 10 രൂപ കോയിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ റേഷ്യോ 10. സോ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6:9:10 എന്നാണ് തന്നത്. ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, കണക്കിലൊന്നും ചെയ്തില്ല. തന്ന കാര്യങ്ങൾ അതുപോലെ നമുക്ക് എഴുതി വെക്കാമല്ലോ. ഓക്കെ, 2 രൂപ കോയിൻ്റെ റേഷ്യോ 6, 5 രൂപ കോയിൻ്റെ റേഷ്യോ 9, 10 രൂപ കോയിൻ്റെ റേഷ്യോ 10 കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഇത് കോയിൻ്റെ റേഷ്യോ ഇല്ലേ? കോയിൻ്റെ റേഷ്യോ മാറിയിട്ട് നമുക്ക് കോയിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടി, നമ്പർ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനകത്തൊരു പെർഫെക്റ്റ് നമ്പർ X കൊടുക്കണം, ഒരു കോമൺ നമ്പർ X കൊടുക്കണം. റേഷ്യോ ആണ്, അതായത് ഈ തന്നിരിക്കുന്നതൊക്കെ റേഷ്യോ ആണ്. ഈ റേഷ്യോ മാറിയിട്ട് യഥാർത്ഥ നമ്പർ കിട്ടാൻ വേണ്ടി നമുക്കൊരു കോമൺ നമ്പർ X കൊടുക്കാം. ഒരു കോമൺ നമ്പർ X കൊടുക്കുമ്പം 2 രൂപ കോയിൻസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ 6 ആണെങ്കിൽ എണ്ണം എന്ന് പറയുന്നത് 6x 6x എന്ന് പറയണം. 5 രൂപ കോയിൻസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ 9 ആണെന്നുണ്ടെങ്കിൽ എണ്ണം എന്ന് പറയുന്നത് 9x എന്ന് പറയണം. 10 രൂപ കോയിൻസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ 10 ആണെങ്കിൽ എണ്ണം എന്ന് പറയുന്നത് 10x എന്നും പറയണം. എന്നിട്ട് ഇത്രയും മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ റേഷ്യോയ്ക്കകത്തൊരു എക്സ് കൊടുക്കണം. 2 രൂപ കോയിൻ്റെ റേഷ്യോ 6 ആണെങ്കിൽ അതിൻ്റെ എണ്ണം 6x. 5 രൂപ കോയിൻസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ 9 ആണെങ്കിൽ എണ്ണം 9x. 10 രൂപ കോയിൻസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ 10 ആണെങ്കിൽ എണ്ണം എന്ന് പറയുന്നത് 10x. കിട്ടിയല്ലോ. ഇനി എന്താ പറയുന്നത്? ഇത്രയും കോയിൻസിൻ്റെ എണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 6x-ഉം 9x-ഉം 10x-ഉം എണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആകെ എത്ര രൂപയുണ്ട്? 785 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോയിൻസിൻ്റെ എണ്ണത്തിനെ കൊണ്ട് അതാത് കോയിൻസിൻ്റെ വാല്യൂ ഗുണിക്കണം. 2 രൂപ കോയിൻസിൻ്റെ എണ്ണം 6x ആണെങ്കിൽ അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 2 രൂപ ആയതുകൊണ്ട് ടോട്ടൽ സമ്മ് കിട്ടാൻ വേണ്ടി, തുക കിട്ടാൻ വേണ്ടി ഇത് തമ്മിൽ ഗുണിച്ചു വെക്കണം. ഇതാ ഇങ്ങനെ ഗുണിച്ചു വെക്കണം. എണ്ണം 6x ആണ്. 6x എന്താ ഉള്ളത്? 2 രൂപ കോയിൻസാ. സോ ഇങ്ങനെ എഴുതണം, 6x×2 എന്ന് എഴുതണം. സമ്മ് കിട്ടാൻ വേണ്ടി എണ്ണം എത്ര? 6x. എണ്ണം 6x ആണ്. എണ്ണം എത്ര? ഏത് കോയിനാ? 2 രൂപ കോയിനാണ്. സോ അത് 6x×2 എന്ന് എഴുതണം. സമ്മാകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ പ്ലസ് കൊടുത്തിട്ട് രണ്ടാമത്തെ കോയിൻ എന്ന് പറഞ്ഞാൽ 5 രൂപ കോയിനാണ്. 5 രൂപ കോയിൻ്റെ എണ്ണം എത്ര? 9x. അതിൻ്റെ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 9x×5 എന്ന് കൊടുക്കണം, പ്ലസ്. അടുത്ത 10 രൂപ കോയിൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10x ആണ്. അതിൻ്റെ ഡിനോമിനേഷൻ 10 ആയതുകൊണ്ട് 10x×10 എന്ന് പറയണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് എത്ര കിട്ടും? 785 കിട്ടുമെന്നാണ് പറയുന്നത്. ഈ സ്റ്റെപ്പ് മനസ്സിലായോ? എങ്ങനെയാണ്? 2 രൂപ കോയിൻസിൻ്റെ എണ്ണം 6x ആണെന്ന് നമുക്കറിയാം. ഇനി തുക കിട്ടാൻ വേണ്ടി എണ്ണത്തിനെ കൊണ്ട് അതിൻ്റെ ഡിനോമിനേഷൻ ഗുണിക്കണം.
അങ്ങനെയല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് 2 രൂപ കോയിൻസിൻ്റെ എണ്ണം 5 5 2 രൂപ കോയിൻ ഉണ്ടെങ്കിൽ അതാകെ എത്ര രൂപയാവും? 2 രൂപ കോയിൻ 5 ഉണ്ടെങ്കിൽ അതാകെ 5 × 2 10 രൂപ ആവത്തില്ലേ? അതെങ്ങനെയാണ് 10 രൂപയാകുന്നത്? ഈ 5നെ കൊണ്ട് 2 ഗുണിക്കണം. അതുപോലെ എണ്ണത്തിനെ കൊണ്ട് ഡിനോമിനേഷൻ ഗുണിക്കണം. RXനെ കൊണ്ട് ഡിനോമിനേഷൻ 2 ഗുണിക്കുമ്പോൾ RX × 2. എണ്ണം 9Hനെ കൊണ്ട് ഡിനോമിനേഷൻ 5 ഗുണിക്കുമ്പോൾ 9H × 5. 10Hനെ കൊണ്ട് 10 ഗുണിക്കുമ്പോൾ 10H × 10. എല്ലാം കൂടെ ഗുണിച്ച് പറയുകയാണ്. 2നെ കൊണ്ട് RX ഗുണിക്കുമ്പം 6 × 2 = 12H പ്ലസ് 9നെ കൊണ്ട് 5 ഗുണിക്കുമ്പോൾ 9 × 5 = 45H പ്ലസ് 10നെ കൊണ്ട് 10 ഗുണിക്കുമ്പം 100H = 785 എന്ന് കിട്ടും. അങ്ങനെ കിട്ടിയാൽ നമ്മൾ H എല്ലാം കൂടെ കൂട്ടും. 45Hൻ്റെ കൂടെ 12H കൂട്ടുമ്പോൾ എത്ര കിട്ടും? 55 × 2 57 എന്ന് കിട്ടും. 100 കൂട്ടുമ്പം നമുക്ക് എത്ര കിട്ടും? 157 H = 785 എന്ന് കിട്ടും. അതിൽ നിന്നും Hൻ്റെ വില കിട്ടാൻ വേണ്ടി H = അപ്പുറമുള്ള 785 അവിടെ ഇട്ടിട്ട് ഇൻറ്റു 157 അപ്പുറം ചെല്ലുമ്പം ബൈ 157 ആക്കും. അങ്ങനെ ചെയ്യുമ്പം 785നെ കൊണ്ട് 157 ക്ലിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എണ്ണമായതുകൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 785നെ കൊണ്ട് 157 ഹരിക്കുമ്പോൾ എത്ര കിട്ടും? അതിന് നമുക്ക് 157ൻ്റെ ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കാം. 157നെ കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാൽ 785 കിട്ടും നോക്കാം. അവസാനം 5 ആയതുകൊണ്ട് നമുക്ക് 157നെ കൊണ്ട് 5 ഗുണിച്ച് നോക്കാം. സോ 7 × 5 35നകത്ത് 5 ബാലൻസ് 3. 5 × 5 25 25 3 28ൻ്റെ 8 ബാക്കി 2. 1 × 5 5 5 + 2 = 7 785. സോ 157 × 5 785 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ 785നെ കൊണ്ട് 157 ഹരിച്ചാൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 5 തവണയല്ലേ? 5 എന്ന് കിട്ടി. സോ Hൻ്റെ വില 5 ആണെങ്കിൽ ഇനി നമുക്ക് എണ്ണം പറയാം. അതാണ്ട് ഇവിടെ എണ്ണം ഉണ്ടല്ലോ, ഓരോന്നിൻ്റെയും എണ്ണം ഇവിടെ ഉണ്ട്. 2 രൂപ കോയിൻസിൻ്റെ എണ്ണം എത്ര? 6X ആണ്. 5 രൂപ കോയിൻസിൻ്റെ എണ്ണം എത്ര? 9H ആണ്. 10 രൂപ കോയിൻസിൻ്റെ എണ്ണം എത്ര? 10H ആണ്. എന്നാൽ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കണം. എന്താണ് ചോദിച്ചത്? ഹൗ മെനി കോയിൻസ് ഓഫ് ₹5 അല്ലേ ചോദിച്ചേ? ₹5 ആണ്. ആരെന്താ ബാഗ് എന്നാണ് ചോദിച്ചേ. 5 രൂപ കോയിൻസിൻ്റെ എണ്ണം ചോദിച്ചു. 5 രൂപ കോയിൻസിൻ്റെ എണ്ണം ചോദിച്ചാൽ നമ്മൾ പറയും 5 രൂപ കോയിൻസിൻ്റെ എണ്ണം എത്ര? 9H ആണ്. 5 രൂപ കോയിൻസിൻ്റെ എണ്ണം 9H എന്ന് പറഞ്ഞാൽ 9 × H ആണ്. Hൻ്റെ വില നമുക്ക് കിട്ടി 5 ആണ്. സോ 9 × 5 9 × 5 = 45 ആണ് 5 രൂപ കോയിൻസിൻ്റെ എണ്ണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഉണ്ട്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 45 ആണ്. അവിടെ വെച്ച് ഉറപ്പിക്കും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 45 ആണ്. ഇനി 2 രൂപ കോയിൻസിൻ്റെ എണ്ണമാണ് ചോദ്യമെങ്കിൽ അത് RX എന്ന് പറഞ്ഞാൽ 6 × 5 30 ആണ്. 10 രൂപ കോയിൻസിൻ്റെ എണ്ണമാണെങ്കിൽ അത് 10H എന്ന് പറഞ്ഞാൽ 10 × 5 50 ആയിരുന്നു. അങ്ങനെ ചെയ്യാം. ഈ എണ്ണം 5 രൂപ കോയിൻസിൻ്റെ എണ്ണം 9H ആയതുകൊണ്ട് 9 × 5 = 45. നമ്മുടെ ഉത്തരം 45 ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ? എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിനകത്തെ ഒരു റെഗുലർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ഥിരം ചോദ്യങ്ങളിലൊന്നായിരുന്നു. രാം ആൻഡ് ശ്യാം ടുഗദർ ക്യാൻ ബിൽഡ് എ ഹൗസ് ഇൻ 10 days. രാം ആൻഡ് അരുൺ ബിൽഡ് ഇറ്റ് ടുഗദർ ഇൻ 12 days. ശ്യാം ആൻഡ് അരുൺ ക്യാൻ ബിൽഡ് ഇറ്റ് ഇൻ 15 days. ശ്യാം, അരുൺ ആൻഡ് റാം സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ ഇൻ ഹൗ മെനി ഡേയ്സ് ദേ ബിൽഡ് ദ ഹൗസ് എന്നല്ലേ ചോദിച്ചേ. ഓക്കെ, എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് നോക്കാം. ഒരു റെഗുലർ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞല്ലോ, സ്ഥിരം ചോദ്യങ്ങളിലൊന്നാണ്. പേരുകൾ കുറിച്ച് വെക്കാം. ആരെ പറ്റി പറയുന്നു? ആദ്യം റാം ആൻഡ് ശ്യാം അല്ലേ, അതെഴുതി വെക്കാം. റാം ആൻഡ് ശ്യാം ടുഗദർ ക്യാൻ ബിൽഡ് എ ഹൗസ് ഇൻ 10 days. അന്നേരം റാമും ശ്യാമും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ വീട് നിർമ്മിക്കാൻ വേണ്ടി 10 ദിവസം കൊടുക്കും. അടുത്ത എന്താ പറഞ്ഞേ? അടുത്ത ആരൊക്കെയാണ്? റാമും അരുണും. റാമും അരുണൂടെ ചേർന്നാൽ അത് നിർമ്മിക്കാൻ എത്ര ദിവസം എടുക്കും? 12 ദിവസം. അതും കിട്ടി. അടുത്ത ഏതൊക്കെയാ? ശ്യാമും അരുണും. അന്നേരം അതുകൂടെ മാർക്ക് ചെയ്യാം. അടുത്തത് ശ്യാം ആൻഡ് അരുൺ ക്യാൻ ബിൽഡ് ദ ഹൗസ് ഇൻ 15 days. ഓക്കെ, അന്നേരം എല്ലാവരുടെയും ദിവസങ്ങളുടെ എണ്ണം കിട്ടി. റാമിൻ്റെയും ശ്യാമോടെ ചേർന്നാൽ 10 ദിവസം, റാമും അരുണൂടെ ചേർന്നാൽ 12 ദിവസം, ശ്യാമും അരുണോടെ ചേർന്നാൽ 15 ദിവസം. എന്നാൽ ചോദ്യം എന്താണ്? ഇഫ് ദേ ശ്യാം, അരുൺ ആൻഡ് റാം സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ. ഇഫ് ദേ വർക്കിംഗ് ടുഗദർ, 3 പേരോടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ മെനി ഡേയ്സ് ദേ ബിൽഡ് ദ ഹൗസ് എന്നല്ലേ ചോദിച്ചേ. അന്നേരം ഇത് നോക്കുക. ഇത് പെയറായിട്ട് പറയുകയാണ്. ഇവിടെയും റാം, ഇവിടെയും ശ്യാം, ഇവിടെയും അരുൺ, ഇവിടെ അരുൺ. അന്നേരം പെയറായിട്ട് പറഞ്ഞിട്ട്
ഇഫ് ദേ വർക്ക് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരുമെന്ന് ചോദിച്ചാൽ അത് കോമൺ ആയിട്ട് നമുക്കൊരു രണ്ട് രീതി ചെയ്യാം. ഒന്നതിൻ്റെ എഫിഷ്യൻസി ഉപയോഗിച്ച് ചെയ്യാം. 10ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും ഒക്കെ വർക്ക് നമുക്കതിൻ്റെ എഫിഷ്യൻസി എഴുതിയിട്ട് ഓരോ ആൾക്കാരും ഓരോ ദിവസം കൊണ്ട് എത്ര വർക്ക് എടുക്കുമെന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ വെച്ച് ചെയ്യാം. അതൊരു മാർഗ്ഗമാണ്. അല്ലെങ്കിൽ ഇതിനൊരു കോമൺ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് പഠിച്ചു വെച്ചാലും മതി. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചോദ്യം. പെയറായിട്ട് ഇപ്പോൾ എ ആൻഡ് ബി, ബി ആൻഡ് സി, എ ആൻഡ് സി, അങ്ങനെ എയും ബിയും ബിയും സിയും പിന്നെ സിയും എയും ഒരു 3 പേരോട് ഒരുമിച്ച് വർക്ക് ചെയ്താൽ വർക്ക് തീർക്കാൻ എത്ര ദിവസം എന്ന് ചോദിച്ചാൽ അതിങ്ങനെ ചെയ്യും. അതിനൊരു മെത്തേഡ് ഇങ്ങനെ പറയും. LCM മെത്തേഡാണ്. എഫിഷ്യൻസി തന്നെയാണ് LCM മെത്തേഡ്. അത് പറയേണ്ട രീതി ഇങ്ങനെയാണ്. പെയറായിട്ട് തരും. റാം ആൻഡ് ശ്യാം, റാം ആൻഡ് അരുൺ, ശ്യാം ആൻഡ് അരുൺ, അങ്ങനെ പെയറായിട്ട് തന്നിട്ട് ഒരുമിച്ച് ഈ വർക്ക് തീർക്കാൻ എത്ര ദിവസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം. പെയർ ആയതുകൊണ്ട് നിങ്ങളതിനെ 2 കൊണ്ട് ഗുണിക്കണം. പെയർ ആയതുകൊണ്ട് 2 കൊണ്ട് ഗുണിക്കണം. LCM മെത്തേഡ് ആയതുകൊണ്ട് LCMനെ ഗുണിക്കണം. 2 × LCM, 2 × LCM ഡിവൈഡഡ് ബൈ LCMനെ കൊണ്ട് ഈ ഓരോ നമ്പറും ഡിവൈഡ് ചെയ്ത് വെക്കണം. LCM ബൈ നമ്പേഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ LCM ബൈ ഫസ്റ്റ് നമ്പറിന് A എന്നും, സെക്കൻഡ് നമ്പറിന് LCM ബൈ B എന്നും, തേർഡ് നമ്പറിന് LCM ഡിവൈഡഡ് ബൈ C എന്നും കൊടുത്താൽ ഇതങ്ങ് സോൾവ് ചെയ്യുന്നതായിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ഇക്വേഷനായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എഫിഷ്യൻസിയിലോട്ട് ഉറപ്പായിട്ടും പോയേനെ. പക്ഷേ ഇതിൽ ഈ ഇക്വേഷൻ പഠിക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കാണില്ല. കാരണം ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. പെയറാണ്. റാം ശ്യാം, റാം 2 തവണ, ശ്യാം 2 തവണ, അരുൺ 2 തവണ. സോ പെയറാണ്. രണ്ടുപേരോട് ഒരുമിച്ചിട്ടല്ലേ വരുന്നത്. പെയറായിട്ട് 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 എല്ലാം പെയറായിട്ടാണ്. പെയറായിട്ട് വരുന്നത് കൊണ്ട് എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. പെയറാണെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. എന്താണ് ചെയ്യുന്നത്? LCM മെത്തേഡ് ആയതുകൊണ്ട് 2 × LCM. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. 2 × LCM ബൈ നമ്പേഴ്സ് എന്നങ്ങ് പറഞ്ഞാൽ മതി. LCM ബൈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ LCM ബൈ A, LCM ബൈ B, LCM ബൈ C. ക്ലിയർ ആണ്. എന്നാൽ ഈ കണക്കിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഉറപ്പിക്കണം ഇത് ചെയ്യണമെങ്കിൽ എന്തായാലും LCM വേണം. സോ നമ്മൾ ഈ നമ്പേഴ്സിൻ്റെ LCM കാണുകയാണ്. 10ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും LCM. നിങ്ങൾക്ക് LCM ആലോചിച്ചൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ആലോചിച്ചങ്ങ് പറയണം. ഞാനിപ്പോൾ ആലോചിച്ച് പറയാൻ നിൽക്കുന്നില്ല. ഞാൻ ചെയ്തേ എപ്പോഴും പറയും. 10ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും LCM എടുക്കുമ്പോൾ 10ഉം 12ഉം ഇരട്ടസംഖ്യ ആയതുകൊണ്ട് നിങ്ങൾ അതിനെ 2 കൊണ്ട് ഹരിക്കണം. 2 ഇരട്ടസംഖ്യ ഉണ്ടെങ്കിൽ 2 കൊണ്ട് ഹരിക്കണം. 10ന് 2 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് കിട്ടും. 12ന് 2 കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് കിട്ടും. 15ന് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 15 തന്നെ എഴുതണം. 5ഉം 6ഉം 15ഉം കാണുമ്പം 5ഉം 15ഉം കണ്ടാൽ 5-നകത്തും 15-നകത്തും കോമൺ ആയിട്ട് 5 ഉണ്ടെന്ന് പറയണം. എണ്ണം തട്ട് അതിന് 5 കൊണ്ട് ഹരിക്കണം. 5/5 എന്ന് പറഞ്ഞാൽ 1ഉം, 6/5 പറ്റത്തില്ല. 15/5 എന്ന് പറഞ്ഞാൽ 3ഉം. 6ഉം 3ഉം കണ്ടാൽ 6നെയും 3നെയും നിങ്ങൾ വീണ്ടും 3 കൊണ്ട് ഹരിക്കണം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 അങ്ങ് മാറ്റിയിട്ട് 6/3 എന്ന് പറഞ്ഞാൽ 2ഉം, 3/3 എന്ന് പറഞ്ഞാൽ 1 പറയണം. അതാകുമ്പോൾ നിങ്ങളുടെ LCM കഴിഞ്ഞു. ഇനി 2 നമ്പറൊന്നുമില്ല, 2 മാത്രമേ ഉള്ളൂ, ഒറ്റ സംഖ്യയുള്ള. എന്നാൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഗുണിക്കുമ്പോൾ നിങ്ങളുടെ LCM കിട്ടും. ചേർത്ത് ഗുണിക്കണം. 2നെ കൊണ്ട് 5 ഗുണിച്ചാൽ 10 എന്ന് കിട്ടും. 10നെ കൊണ്ട് 3 ഗുണിച്ചാൽ 30 എന്ന് കിട്ടും. 30നെ കൊണ്ട് 2 ഗുണിച്ചാൽ 60 എന്ന് കിട്ടും. സോ LCM 60 കിട്ടി. LCM കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിട്ട് മാറും. LCM കിട്ടിക്കഴിഞ്ഞാൽ പെയർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യും. 2 കൊണ്ട് ഗുണിക്കും. എന്തിനെ ഗുണിക്കും? LCMനെ ഗുണിക്കും. സോ 2 × 60 ബൈ LCM ബൈ A എന്ന് പറഞ്ഞാൽ 60 ബൈ A, 60 ബൈ 10 പ്ലസ് LCM ബൈ B എന്ന് പറഞ്ഞാൽ 60 ബൈ 12 പ്ലസ് LCM ബൈ C എന്ന് പറഞ്ഞാൽ 60 ബൈ 15 ഇസ് ഈക്വൽ ടു 2 × 60. അതുപോലെ തന്നെ എഴുതിയിട്ട് താഴെ നമ്പറൊക്കെ ഹരിച്ചു പറയണം. 60 ബൈ 10, 60-നകത്ത് 10 6 തവണ പ്ലസ് 60 ബൈ 12, 60-നകത്ത് 12 5 തവണ പ്ലസ് 60 ബൈ 15, 60-നകത്ത് 15 4 തവണ എന്ന് പറയണം. ഇസ് ഈക്വൽ ടു മുകളിൽ അതുപോലെ എഴുതണം. 2 × 60 എന്ന് എഴുതിയിട്ട് താഴെ അതെല്ലാം കൂടെ കൂട്ടി പറയണം. പ്ലസ് ഉണ്ടെങ്കിൽ പ്ലസ് മാറ്റണം. 6ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 11 കിട്ടും. 11ൻ്റെ കൂടെ 4 കൂട്ടുമ്പം 15 എന്ന് കിട്ടുമല്ലോ. എന്നാൽ ഇനി വെട്ടിക്രിയ ചെയ്യുമ്പോൾ 15ഉം 60ഉം 15 കൊണ്ട് വെട്ടണം. സോ 15 ഒരു തവണ എന്ന് പറയണം. 60 4 തവണ എന്ന് പറയണം. എന്നിട്ട് അത് ഗുണിച്ച് പറയുമ്പം 2 × 4, 2 × 4 ഇസ് ഈക്വൽ ടു 8 ദിവസമാണ് ഈ കണക്കിൻ്റെ ഉത്തരം. ഓപ്ഷൻ ഞാൻ എഴുതിയില്ല. ഈ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസിനകത്ത് 8 ഡേയ്സ് എന്നും പറഞ്ഞൊരു ഉത്തരവുണ്ട്. സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 8 ദിവസമാണ്. എളുപ്പമാണ്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ. അല്ലെങ്കിൽ മറ്റൊരു മാർഗം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എഫിഷ്യൻസി മെത്തേഡാണ്. എഫിഷ്യൻസി വെച്ചും വേണമെങ്കിൽ ഈ കണക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാ മെത്തേഡ്സ് ഉപയോഗിച്ച് ഈ കണക്ക് പറഞ്ഞു തരാം. ഇപ്പം ഇത്രയങ്ങ് നോക്കാം. ക്ലിയർ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട കൃത്യങ്കങ്ങളിലൊരു ചോദ്യമായിരുന്നു.
വളരെ എളുപ്പം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കൃത്യങ്കോ എന്ന് പറഞ്ഞൊരു ടോപ്പിക് വൈസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. അതിൽ ആദ്യത്തെ നമ്മൾ റൂൾസ് മാത്രം പറഞ്ഞപ്പം അതിനകത്തെ പ്രോഡക്റ്റ് റൂൾ പറഞ്ഞായിരുന്നു. A/m × A/n = A/m+n. ആ റൂൾ വെച്ച് തന്നെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് തന്നെ ഈ കണക്കുകളൊക്കെ പറഞ്ഞായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഇങ്ങനെയാണ് 3/2 × 3/-4 × 3/5 അല്ലേ? 4 ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ ചെയ്യാം? ഇത്രയുള്ള റൂള് മാത്രം പഠിച്ചാൽ മതി. റൂള് മാത്രം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റൂള്, ഫസ്റ്റ് റൂള് നമ്മൾ പഠിച്ചു ചെയ്തായിരുന്നു. A/m × A/n = A/m+n എന്നും പറഞ്ഞൊരു റൂള് കൃത്യങ്കത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കും. ആദ്യം പഠിക്കേണ്ട റൂളിനകത്ത് ഒന്നതാണ് A/m × A/n = A/m+n. ഈ റൂള് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളിത് പറയണം. 3/2 × 3/4 × 3/5 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടത്? എല്ലായിടത്തും ഒരേ ബേസാണ്, 3 തന്നെയാണ്. സോ A/m × A/n എന്ന് പറഞ്ഞാലും ഒരേ ബേസാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ അതേ ബേസ് എന്ന് പറഞ്ഞാൽ 3 തന്നെ പറയണം. അതേ ബേസ് 3 പറഞ്ഞിട്ട് m+n എന്ന് വെച്ചാൽ പവർ കൂട്ടണം. പവർ കൂട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാ പവറും കൂട്ടി വെക്കണം. എല്ലായിടത്തും ഒരേ ബേസ് ആണെങ്കിൽ ആ ബേസ് എഴുതിയിട്ട് പവർ എല്ലാവരും കൂട്ടി വെക്കുമ്പം 2 + -4 + 5 എന്ന് കിട്ടും. = ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 3ൻ്റെ കൂടെ പ്ലസ് ഉള്ളത് കൂട്ടണം. പ്ലസ് ഉള്ളത് ഈ 2ഉം 5ഉമാണ്. 5ഉം 2ഉം കൂടെ കൂട്ടണം. 5ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 7 എന്ന് കിട്ടും. ആ 7ൽ നിന്ന് പിന്നെ -4 ആണ്. അന്നേരം 7ൽ 4 കുറയ്ക്കണം. 5 + 2 എന്ന് പറഞ്ഞാൽ 7. 7 - 4 7 - 4 എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇൻറ്റു മൈനസ് ആവും. സോ 5 × 2 7. 7ൽ 4 കുറയ്ക്കണം. 7ൽ 4 കുറച്ചാൽ 3 എന്ന് കിട്ടും. സോ 3/3 എന്ന് കിട്ടും. 3/3 എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ നമ്മൾ പറയും. ആൻസർ 3/3 ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ AP-യുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. AP-ക്കകത്തൊരു 4 കണ്ടീഷൻസ്. ഇഫ് ABC ആർ ഇൻ ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ദെൻ വിച്ച് വൺ ഈസ് ട്രൂ? A + C = 2B, B + A = 2C, C = A + B/2, A + C = B. വേറെ എയും ബിയും സിയും ഒരു AP-ക്കകത്തെ ടേംസ് എന്ന് പറഞ്ഞു. ദെൻ വിച്ച് വൺ ഈസ് ട്രൂ? ഇതിനകത്ത് ഏതാണ് ഈക്വൽ എന്നാണ് ചോദിച്ചത് അല്ലേ? അത് ABC ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, എയും ബിയും സിയും അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്താണ്. അന്നേരം 3 ടേംസ് AP-ക്കകത്താണെങ്കിൽ അത് അടുത്തടുത്ത ടേംസ് ആണ് എയും ബിയും സിയും. അതിനകത്ത് ഏതാണ് ഈക്വൽ എന്ന് ചോദിച്ചു. ഇതിനകത്ത് ഏതാണ് ട്രൂ എന്ന് ചോദിച്ചു. ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ ഇത് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. AP-യുടെ ഒരു ബേസിനകത്ത് വരുന്ന ചോദ്യങ്ങളിലൊന്നായിരുന്നു. സിമ്പിളാണ്. അത് നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം നിങ്ങളൊരു കാര്യം ഇതിൽ പഠിച്ചു വെക്കണം. വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരു AP കൺസിഡർ ചെയ്യാം. ഏതെങ്കിലും ഒരു AP 5ഉം 10ഉം 15ഉം അതിന് Aക്കും Bക്കും C എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് തുല്യം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഒരു തിയറം നമ്മൾ പഠിച്ചു വെക്കണം AP-ക്കകത്ത് എപ്പോഴും. അതിങ്ങനെയാണ്. ഒരു AP-ക്കകത്തെ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങൾ കോൺസിക്യൂട്ടീവ് ടൈംസ് എന്ന് പറയണം. അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. എയും ബിയും സി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. സോ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങൾ എയും ബിയും സിയും ആണെങ്കിൽ അതിലെ ബി എന്ന് പറയുന്നത് മിഡിൽ ടേം എന്ന് പറയുന്നത് B = A + C/2 ആയിരിക്കും. ഇത് ഒരു AP-ക്കകത്ത് പഠിച്ചു വെക്കേണ്ട ഒരു തിയറമാണ്. എങ്ങനെയാണ്? ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങൾ എയും ബിയും സിയും ആണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A + C/2 ആയിരിക്കും. ഇത് പഠിക്കണം. B = A + C/2. നടുക്കത്തെ ടൈം എന്ന് പറയുന്നത് 1ഉം 3ഉം കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുന്ന ആയിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ B = A + C/2 ആണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു സമാന്തര ശ്രേണിയിലെ 3 പദങ്ങൾ 5ഉം 10ഉം 15ഉം ആണെങ്കിൽ അതിൽ നടുക്കത്തെ ടൈം എന്ന് പറയുന്നത് B എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് A + C/2 എന്ന് പറഞ്ഞാൽ 5 + 15/2 ആണോ? 15ൻ്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 20, 20/2 = 10. 10 ആണല്ലോ, ശരിയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അത് പഠിച്ചു വെച്ചേക്കണം. ഇനി അത് പഠിച്ചു വെച്ചിട്ട് ഇത് നിങ്ങൾക്കറിയാം B = A + C/2 എന്ന് അറിയാമെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആ ഒരു കണ്ടീഷൻ ഉണ്ടോ? ഇത് ട്രൂ ആണ്, ഇത് ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. B = A + C/2 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ /2 ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാം. /2 അങ്ങോട്ട് ചെല്ലുമ്പം അത് × 2 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇത് 2 × B എന്ന് മാറും. ശരിയല്ലേ? എന്നിട്ട് ഇങ്ങനെ എഴുതാം 2B = ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ 2B = അപ്പുറം ഉള്ളതൊരു A + C മാത്രമായിട്ട് മാറും. അങ്ങനെ എഴുതാമല്ലോ. ഈ /2 ഇങ്ങോട്ട് വരുമ്പോൾ × 2 ആകുമ്പോൾ അത് 2B = A + C എന്ന് എഴുതാം.
എന്നിട്ട് നിങ്ങൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ 2b = a+c എന്ന് എഴുതുമ്പം ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പം 2b = a+c എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ ട്രൂ ആണ്, ഇത് ശരിയാണ്. സോ 2b = a+c എന്ന് പറയുന്നതാണ് ശരി. ഇതാണ് ഇതിനകത്ത് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ നമുക്ക് 5ാമത്തെ കണക്കിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യമായിരുന്നു ഒരു ജോമെട്രിക്കകത്ത്, ഒരു സ്ക്വയറിനകത്തെ ചോദ്യമായിരുന്നു. പക്ഷേ എളുപ്പമുള്ള ചോദ്യം, ജോമെട്രിക്കകത്തൊക്കെ ഏറ്റവും എളുപ്പത്തിലുള്ള ചോദ്യങ്ങളിലൊന്നായിരുന്നു. ചോദ്യം എങ്ങനെയായിരുന്നു? ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 8 സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്, ഒരു സൈഡിന് നമുക്ക് എ എന്ന് കൊടുക്കാം. ഒരു സൈഡ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അതാണ് പറയുന്നത്. ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത എന്താ പറഞ്ഞത്? ഇഫ് ഇറ്റ് സൈഡ് ഈസ് ഡബിൾഡ്, ആ സൈഡ് ഡബിൾ ആവും എന്ന് വെച്ചാൽ പുതിയ സൈഡ് നമുക്ക് പറയാം. ഇതിപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പുതിയ സൈഡ് എന്ന് പറയുന്നത് അത് ഡബിൾ ആകണം. സോ 8ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അത് 16 സെൻറ്റിമീറ്റർ ആകണം എന്നാണ് പറഞ്ഞത്. സോ ആദ്യം ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 8 സെൻറ്റിമീറ്റർ, അത് മാർക്ക് ചെയ്തു. ഇഫ് ഇറ്റ് സൈഡ് ഈസ് ഡബിൾഡ്, ആ സൈഡ് ഇരട്ടിയായി, ഡബിളായി, 8 അങ്ങ് 16ആയി. ദെൻ ഇറ്റ്സ് ന്യൂ പെരിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പുതിയ പെരിമീറ്ററാണ് ചോദിച്ചത്. ന്യൂ പെരിമീറ്റർ. പെരിമീറ്റർ ആണ് ഇക്വേഷൻ. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആണ് ഇക്വേഷൻ. ഒരു സ്ക്വയറിനകത്ത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് എല്ലാം കൂടെ കൂട്ടുന്നതാണ്. മൊത്തവും 4 സൈഡാകുമ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പം 4a എന്ന് കിട്ടും. പെരിമീറ്റർ = 4a. 4a എന്ന് പറഞ്ഞാൽ 4 × a എന്ന് പറഞ്ഞാൽ അത് ഡബിളായപ്പോൾ 8 16ആയി. സോ എയുടെ വില എന്ന് പറഞ്ഞാൽ 16ആയിട്ട് മാറി. അത് 8 ആയിരുന്നു, പക്ഷെ അത് ഡബിളായി. സോ 8 16ആയിട്ട് മാറി. സോ എയുടെ വില എന്ന് പറഞ്ഞാൽ 16ആണ്. അന്നേരം 4a എന്ന് പറഞ്ഞാൽ 4 × 16 എന്ന് കിട്ടും. 16നെ കൊണ്ട് 4 ഗുണിച്ചാൽ 64 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 64 സെൻറ്റിമീറ്റർ ഓപ്ഷനകത്ത് ഉണ്ടോ? അത് ഉറപ്പിക്കാം. ഉണ്ടല്ലോ, ഓപ്ഷൻ എ തന്നെ 64 ആണ്. അപ്പോഴേ ഉറപ്പിക്കാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 64 ആണ്. കമ്പാരിറ്റീവ്ലി ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യങ്ങളിലൊന്നായിരുന്നു. ക്ലിയർ? അപ്പോൾ നമുക്ക് നമ്മുടെ 6ാമത്തെ കണക്കിലേക്ക് പോകാം. അത് ഫൈൻഡ് ദ മിസ്സിംഗ് ടൈം ഇൻ ദ ഗിവൺ നമ്പർ പാറ്റേൺ. അതൊരു നമ്പർ പാറ്റേണിനകത്ത് ഒരു നമ്പർ മിസ്സിംഗ് ആണ്, ആ നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? 5ഉം ഒരു നമ്പർ സീരീസിനകത്തെ ഒരു സംഖ്യ മിസ്സിംഗ് ആണ്, ആ മിസ്സിംഗ് ടൈം കണ്ടുപിടിക്കണം. 5, 13, 29 അടുത്ത ടൈമില്ല, അടുത്ത 125ഉം അടുത്ത 253. ഇതിപ്പോൾ സ്ഥിരമായിട്ട് എക്സാമിനകത്ത് വരുന്നൊരു നമ്പർ സീരീസിൻ്റെ പാറ്റേൺ ആണ്. അത് ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക പാറ്റേൺ രീതിയിൽ നമ്മൾ ഈ സീരീസ് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഡിഫറൻസ് ഒക്കെ നോക്കാം. ഡിഫറൻസോ സ്ക്വയറോ ക്യൂബ്സോ പ്രൈം നമ്പേഴ്സോ ഒക്കെ നോക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ല, അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടൊരു മാർഗം ഇതിനകത്ത് കിടപ്പുണ്ട്. അതിങ്ങനെയാണ്. അത് പാറ്റേൺസ് ഫോം ചെയ്യുക എന്ന് പറയും. നമ്മൾ ഫോം ചെയ്യണം, ഓരോ നമ്പരും ഫോം ചെയ്യണം. എന്താണ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ 5 ആണ്. 5 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് ഫോം ചെയ്യുമ്പോൾ അടുത്ത നമ്പറായിട്ടുള്ള 13 കിട്ടണം. അതാണ് ഫോമിംഗ് എന്ന് പറയും. ഫോമിംഗ് സീരീസ് എന്ന് പറയും. ഫോം ചെയ്ത് എടുക്കും. ഓരോ നമ്പരും ഫോം ചെയ്തെടുക്കും. അല്ലെങ്കിൽ പാറ്റേണിൻ്റെ സീരീസ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം. 5നെ നമ്മൾ ഫോം ചെയ്യും, എന്തെങ്കിലും ഫോം ചെയ്യും. എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് നമുക്ക് ആലോചിക്കാം. 5നെ ഫോം ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടണം. പിന്നെ 13നെ ഫോം ചെയ്യുമ്പോൾ അടുത്ത നമ്പറായിട്ടുള്ള 5ൽ നിന്ന് 13 കിട്ടണം. 13ൽ നിന്ന് അടുത്ത നമ്പറായിട്ടുള്ള 29 കിട്ടണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പറിനെ മേക്ക് ചെയ്ത് സെക്കൻഡ് നമ്പർ ആക്കണം. സെക്കൻഡ് നമ്പറിനെ മേക്ക് ചെയ്ത് തേർഡ് നമ്പർ ആക്കണം. അടുത്തത് 3ാമത്തെ നമ്പർ 29നെ മേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ, 4ാമത്തെ നമ്പർ. എന്നാൽ 4ാമത്തെ നമ്പറിനെ മേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, ഈ നമ്പറിനെ മേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 5ാമത്തെ നമ്പർ 125. എന്നാൽ 125നെ മേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 253 ശരിയല്ലേ? ഇനി എങ്ങനെ മേക്ക് ചെയ്യാൻ നോക്കണം. മേക്ക് ചെയ്യണമെങ്കിൽ 5നെ നമുക്ക് 13 ആക്കണമെങ്കിൽ നമുക്ക് സൈൻ കൊടുക്കണം. ഏത് സൈൻ കൊടുക്കണം? 5ൽ നിന്ന് 13 വരാൻ വേണ്ടി ആദ്യം എപ്പോഴും കൊടുക്കേണ്ട സൈൻ, എപ്പോഴും ഫോമിങ്ങിനകത്ത് ആദ്യം കൊടുക്കേണ്ട സൈൻ ഇൻറ്റു ആണ്. ഇൻറ്റു കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷൻസിൽ നമ്മൾ ഡിവിഷൻ കൊടുക്കും. സോ ആദ്യം നമ്മൾ എപ്പോഴും ഇൻറ്റു തന്നെ കൊടുക്കണം. 5ൽ നിന്ന് 13 കിട്ടാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5ൽ നിന്ന് 13 കിട്ടാൻ വേണ്ടി 1 ഗുണിച്ചാൽ 5 × 1 5 ആവും. 2 ഗുണിച്ചാൽ 5 × 2 10 ആവും. സോ 13 വരേണ്ടത്. എന്നാൽ 2 ഗുണിക്കാം, 5 × 2 എന്ന് എഴുതാം. 5 × 2 10 ആയി. 10ൽ നിന്ന് 13 കിട്ടാൻ വേണ്ടി ഒരു 3 കൂട്ടും, അങ്ങനെ എഴുതും. 5 × 2 10, 10 3 13. ക്ലിയർ? എന്നാൽ 13ൽ നിന്ന് 29 കിട്ടാൻ വേണ്ടിയിട്ടും ആദ്യം ഇൻറ്റു കൊടുക്കണം. 13ൽ നിന്ന് 29 കിട്ടാൻ വേണ്ടി എത്ര ഗുണിക്കണം? 13ൽ നിന്ന് 29 കിട്ടാൻ വേണ്ടി 2 തന്നെ ഗുണിച്ചാൽ മതി. 2 ഗുണിക്കുമ്പോൾ 13 × 2 എന്ന് പറഞ്ഞാൽ 26 ആവും.
26ൽ നിന്ന് 29 കിട്ടാൻ വേണ്ടിയിട്ടും 3 കൂട്ടിയാൽ മതി. 26 3 29 കിട്ടി. ഇപ്പോൾ ഒരു ധാരണയായി. ഇവിടെ 2 ഗുണിച്ച് 3 കൂട്ടി, ഇവിടെയും 2 ഗുണിച്ച് 3 കൂട്ടി. ലാസ്റ്റ് ഇത് രണ്ടും മിസ്സിംഗ് ആണ്. എന്നാൽ പിന്നെ ഇവിടെയും അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ 125 ഗുണം 2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 125ൻ്റെ കൂടെ 2 ഗുണിച്ചാൽ 250. 250 3 253. ശരിയാണ്. വേറെ കണ്ടീഷൻ ഓക്കെ ആയി. എന്നാൽ ഉത്തരം എന്തായിരിക്കണം? 29നെ കൊണ്ട് 2 ഗുണിച്ചിട്ടും 3 കൂട്ടിയാൽ മതി. ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ വരണ്ടേ? അങ്ങനെ തന്നെ വരണം. സോ 29നെ കൊണ്ട് 2 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 58 കിട്ടും. 58ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 61 കിട്ടും. കിട്ടി. ഇതുകൂടെ ശരിയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ നമ്പർ 61 61നെ കൊണ്ട് 2 ഗുണിച്ച് 3 കൂട്ടുമ്പം ഇത് കിട്ടിയാൽ നമ്മുടെ കണ്ടീഷനൊക്കെ ശരിയാണ്. സോ 61നെ കൊണ്ട് 2 ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 122 കിട്ടും. 122ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 125. ശരിയാണ്. സോ നമ്മുടെ മിസ്സിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 61. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ്, 61 ഉത്തരം. ഇപ്പോഴത്തെ എക്സാമിനകത്ത് സ്ഥിരം സീരീസിനകത്ത് ഒന്നാണ്, പാറ്റേൺ സീരീസിനകത്ത് ഒന്നാണ്. റിവിഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതുപോലുള്ള സീരീസിൻ്റെ കണക്കുകൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? നമുക്ക് നമ്മുടെ അടുത്ത കണക്കിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം ഓട് വണ്ണാണ്, ഒറ്റയാനെ കണ്ടെത്താനാണ്. ഒറ്റയാനെ കണ്ടെത്തുന്ന ക്വസ്റ്റിനകത്ത് 3ൻ്റെ നേരെ 14, 3:14, 5:18, 8:24, 6:30 എന്നാണ്. ഇതിനകത്ത് ഒറ്റയാനെ ചോദിച്ചാൽ ഇതും നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ സീരീസിൻ്റെ മറ്റൊരു രീതിയാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ 3, ആ 3നെ കൊണ്ട് എന്ത് ചെയ്താൽ ഈ 14 കിട്ടുമെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. 3ൽ നിന്ന് 14 കിട്ടണം. അത് പല മാർഗങ്ങളിൽ കിട്ടാം. ഈ ആദ്യം പറഞ്ഞ പോലെ ഗുണിച്ച് നോക്കിയാൽ 3ൻ്റെ കൂടെ ഞാനൊന്ന് പറയുന്നതെന്ന് കേട്ടോ. പല രീതിക്ക് ഗുണിക്കാം. 3 ഗുണിക്കാം, 4 ഗുണിക്കാം, 5 ഗുണിക്കാം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെയാണ് ഗുണിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ 3ൻ്റെ ഇരട്ടിയാണ് എടുക്കുന്നതെങ്കിൽ 3നെ കൊണ്ട് 2 ഗുണിച്ചാൽ 3 × 2 6 ആയി. 6ൽ നിന്ന് 14 കിട്ടാൻ വേണ്ടി 8 കൂട്ടണം. സോ 3 × 2 6, 6 വെട്ടും 14, അങ്ങനെ കിട്ടും. അങ്ങനെ 14 ഒപ്പിക്കാം. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ 5 ആണ്. 5ൻ്റെ നേരെ വരേണ്ടത് 18 ആണ്. 5ൻ്റെ നേരെ 18. അത് ഇതുപോലെ പറഞ്ഞു നോക്കിയാൽ 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 18 ആണ്. അങ്ങനെയാവുമ്പോൾ അതും കിട്ടും. അതും ക്ലിയർ ആയി. എന്നാൽ മൂന്നാമത്തത് 8ൻ്റെ നേരെ വരേണ്ടത് 24 ആണ്. സോ അത് കിട്ടേണ്ടത് 8 × 2, 8 × 2 = 16 ആയി. 16ൽ നിന്ന് 24 കിട്ടാൻ വേണ്ടി 8 കൂട്ടും. 16 + 8 24. അതും കിട്ടി. സോ ഇത് മൂന്നും ഒരുപോലെയാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഒറ്റയാനാണ് ചോദ്യം. സോ 4ാമത്തെ ആയിരിക്കും ഉത്തരം എന്നുള്ളത് ഇപ്പോഴേ ഉറപ്പിക്കാം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. 6 × 2 + 8 ആണ് വരേണ്ടത്. സോ 6 × 2 12, 12 + 8 = 20 ആണ് വരേണ്ടത്. എന്ന് വെച്ചാൽ 6:20 എന്നാണ് വരേണ്ടത്. തന്നത് 6:30 എന്നാണ്. സോ ഈ കണക്കിൻ്റെ ഉത്തരം 6:30 ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും. ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 8, 8ാമത്തെ ചോദ്യം. ഒരു പ്രത്യേക കോഡിൽ ഫ്രാൻഡ എന്നത് LGT ZG എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ആ കോഡിൽ ക്രിക്കറ്റ് എന്താണ്? 4 ഓപ്ഷൻസും ഉണ്ട്. ഇതിൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പലതവണ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ നിങ്ങൾ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതങ്ങ് എഴുതി വെക്കണം. A മുതൽ Z വരെ 13 ലെറ്റർ വലത്തോട്ടും 14 തൊട്ട് N തൊട്ട് ഇടത്തോട്ടും അതിന്റെ താപ്പോട്ടും ഇങ്ങനെ എഴുതി വെക്കണം. എന്നിട്ട് Aക്ക് 1, Bക്ക് 2, Cക്ക് 3, Dക്ക് 4 എന്ന് കൊടുത്ത് Z 26 വരെ കൊടുക്കണം. ആദ്യത്തെ 13 അങ്ങോട്ടും ആ എമ്മിന്റെ താഴെ, M ആണ് 13ാമത്തെ, എമ്മിന്റെ താഴെ N തൊട്ട് താപ്പോട്ട് എഴുതണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റിവേഴ്സ് കോഡിംഗ് കൂടെ നമുക്ക് കിട്ടും. ചില കണക്കിനകത്ത് എമ്മിന് ഈക്വൽ N ആയിരിക്കും, Iക്ക് ഈക്വൽ R ആയിരിക്കും. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം. ഓക്കെ, ഇനി അത് എഴുതി വെക്കുക. ഇനി നമ്പറൊക്കെ എഴുതി വെച്ചാൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഒരു പ്രത്യേക കോഡിൽ ഫാൻഡ എന്നത് അത് എഴുതാം. ഫാൻഡ, FANTA, ഫാൻഡ എന്നത് എങ്ങനെ എഴുതാം? LGTZG എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കോഡിൽ എന്താ ചോദ്യം? ക്രിക്കറ്റ് എങ്ങനെ എഴുതാം? CRICKET, ക്രിക്കറ്റ് എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം, അല്ലേ? ഫാൻഡയുടെ കൂടെ ഉണ്ട്. നമുക്ക് സോ ലെറ്റേഴ്സ് ഒക്കെ പറയാം. ഫാൻഡ ആകുമ്പോൾ എഫിന്റെ വില 6, എയുടെ വില 1, എന്നിന്റെ വില 14, ടിയുടെ വില 20, എയുടെ വില 1. അത് എഴുതി വെച്ചു. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ കോഡിങ്ങിന്റെ നമ്പരൂടെ പറയാം. ആണ്. എല്ലിന്റെ കോഡ് എന്ന് പറയുന്നത് 12. ഇവിടെ 12 മാർക്ക് ചെയ്യണം. ജിയുടെ കോഡ് എന്ന് പറയുന്നത് 7 ആണ്.
ടിയുടെ കോഡ് എന്ന് പറയുന്നത് 20 ആണ്, ഇസഡിന്റെ കോഡ് എന്ന് പറയുന്നത് 26 ആണ്, ജിയുടെ കോഡ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എഫിന്റെ വില ഇവിടെ 6, എല്ലിന്റെ വില 12 ആകുമ്പം അവിടെ +6 ആണെന്ന് മനസ്സിലായി. 6ൽ നിന്ന് 12 കിട്ടാൻ വേണ്ടി 6 കൂട്ടി. ഇവിടെ എയുടെ വില 1ഉം ജിയുടെ വില 7 ആകുമ്പം 1ൽ നിന്ന് 7 കിട്ടാൻ വേണ്ടിയിട്ട് +6 ആണെന്ന് മനസ്സിലാവും. ഇവിടെ 14ഉം 20 ആകുമ്പം അവിടെയും +6 ആണ്. ഇവിടെ 20ഉം 26 ആകുമ്പം അവിടെയും +6 ആണ്. ഇവിടെ 1ഉം 7ഉം ആകുമ്പം അവിടെയും +6 ആണ്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ എല്ലാം +6 ആണ്. അതായത് അതാത് വിലയുടെ കൂടെ +6 കൂട്ടി പറഞ്ഞാൽ മതി. എന്നാൽ നമുക്ക് ആൻസറിലേക്ക് വരാം. ആദ്യം സിയുടെ വില എത്ര? സിയുടെ വില 3 അല്ലേ? ആൻസർ ഒന്ന് പറയാം, ഇപ്പോഴേ വേണമെങ്കിൽ ഉത്തരം പറയാം. സി കാണുമ്പോഴേ ഉത്തരം പറയാം. സിയുടെ വില 3 ആണെങ്കിൽ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ +6 എന്ന് പറഞ്ഞാൽ 3+6 3+6 ഈസ് ഈക്വൽ ടു 9ാമത്തെ ലെറ്റർ. 9ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഐ ആണ്. സോ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐയിലാണ്. ഓപ്ഷൻ നോക്കുക, ഐയിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. സോ ആൻസർ അത് തന്നെ ആയിരിക്കും. ഇത് ചെയ്യണ്ട, കാരണം ബാക്കി എല്ലാ ഓപ്ഷനും എന്നിലും എഫിലും ഓയിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മാത്രമേ ഐയിൽ സ്റ്റാർട്ട് ചെയ്യൂ. അതുകൊണ്ട് ഉത്തരം ഐ ആണ്. അങ്ങനെ അങ്ങ് എഴുതി പോകണം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. എന്നാലും നമ്മൾ ഒരു വർക്കൗട്ട് സെഷൻ ആയതുകൊണ്ട് നമുക്കത് മൊത്തത്തിൽ കണ്ടുപിടിക്കാം. സോ ആറിന്റെ വില പറയാം. ആറിന്റെ വില എന്ന് പറഞ്ഞാൽ 18, ഐയുടെ വില എന്ന് പറഞ്ഞാൽ 9, സിയുടെ വില 3 ആണെന്ന് പറഞ്ഞു. കെയുടെ വില 11ഉം ഈയുടെ വില എത്ര? 5ഉം ടിയുടെ വില എന്ന് പറഞ്ഞാൽ 20ഉം വിലയൊക്കെ എഴുതി വെച്ചു. സോ എല്ലായിടത്തും +6 ആണെന്ന് അറിയാമല്ലോ. ഒരു 6 കൂട്ടി പറയുമ്പോൾ 18ന്റെ കൂടെ 6 കൂട്ടിയ 24 ആണ്. 24ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാ കിടക്കുന്നു, 24ആകുമ്പോ എക്സ്. അന്നേരം ഐ കഴിഞ്ഞിട്ട് എക്സ് ആണെന്ന് നോക്കി, ഐ കഴിഞ്ഞിട്ട് എക്സ് ശരിയായി. ഓക്കെ, അന്നേരം അടുത്ത വീണ്ടും ഐയിലോട്ട് വന്നു. ഐ ആകുമ്പോൾ 9 ആണ്. അന്നേരം 9ന്റെ കൂടെ 6 കൂട്ടിയ 15 ആണ്. 15ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഓ ആണ്. ഐ എക്സും കഴിഞ്ഞാൽ പിന്നെ ഓ ആണ്. ഇനിയിപ്പോ ചെയ്യണമെന്നില്ല, ഇവിടെ വെച്ചാൽ ഉത്തരം ഉറപ്പിക്കാം. ഐ എക്സോ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. സോ ഇത്രയും മതി. ഇനി ആൻസറിലോട്ട് അങ്ങ് പോയാൽ മതി. ആൻസർ ഈക്വൽ ടു ഓപ്ഷൻ സി ആണ്. ഐ എക്സോ ഐ ജി ഐ ക്യു കെ സെഡ് ആണ്. ക്ലിയർ? നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബ്ലഡ് റിലേഷന്റെ ചോദ്യമായിരുന്നു. നമുക്ക് ചോദ്യം ഒന്ന് വായിച്ച് വരച്ച് തന്നെ പോവാം. പങ്കജ് ഈസ് ദ സൺ ഓഫ് രാജേഷ് ആൻഡ് സ്വപ്ന. എല്ലാം മാർക്ക് ചെയ്ത് പോവാം. പിന്നെ വായിച്ച് പിന്നെ തിരിച്ച് വരണ്ട. എല്ലാം മാർക്ക് ചെയ്ത് പോവാം. പങ്കജ് ഈസ് ദ സൺ ഓഫ് രാജേഷ് ആൻഡ് സ്വപ്ന. പങ്കജ് എന്ന് പറയുന്നത് രാജേഷിൻ്റെയും സ്വപ്നയുടെയും മകനാണ്. ഓക്കെ, അത് മാർക്ക് ചെയ്യാം. പങ്കജ് എന്ന് പറയുന്നത് ഉണ്ട്, ഇവിടെ പങ്കജിനെ മാർക്ക് ചെയ്യാം. പങ്കജ് എന്താണ്? ആരാണ്? രാജേഷിൻ്റെയും സ്വപ്നയുടെയും മകനാണ് അല്ലേ? അന്നേരം പങ്കജ് എന്ന് പറയുന്നത് ആണ്ടേ പങ്കജിൻ്റെ അച്ഛനാണെന്നേരം രാജേഷിൻ്റെയും പിന്നെ ആരുടെയാ? സ്വപ്നയുടെയും. അന്നേരം അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലേ? പങ്കജ് ഇസ് ദ സൺ ഓഫ് രാജേഷ് ആൻഡ് സ്വപ്ന. അതാണ്ടേ പങ്കജ് ആരുടെയൊക്കെ മക്കളാ? രാജേഷിൻ്റെയും സ്വപ്നയുടെയും മകനാണ് അല്ലേ? രാജേഷും സ്വപ്നയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അന്നേരം പങ്കജിൻ്റെ അച്ഛനാണ് രാജേഷ്, പങ്കജിൻ്റെ അമ്മയാണ് സ്വപ്ന. അത് ക്ലിയർ ആണ്. അടുത്ത എന്താ? വൈൽ ദീപ ഇസ് ദ ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല. ദീപ എന്ന് പറയുന്നത് ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല. ദീപ ഷീലയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. അത് ഇവിടെ നിൽക്കട്ടെ, ഇവിടെ ദീപയും ഷീലയും ഒന്നും പറയുന്നില്ലോ, ഇവിടെ നിൽക്കട്ടെ. അടുത്ത എന്താ? ഹു ഇസ് ദ മദർ ഓഫ് പ്രകാശ് ആൻഡ് സ്വപ്ന. ആരാ? ദീപ ആരുടെ ഗ്രാൻഡ് ഡോക്ടർ? ഷീലയുടെ ഗ്രാൻഡ് ഡോക്ടറും ആണ്. പിന്നെ ഷീലയെ പറ്റി പറയുക. ഷീല ആരാ? ഹു ഇസ് ദ മദർ ഓഫ് പ്രകാശ് ആൻഡ് സ്വപ്ന. അന്നേരം ഷീല എന്ന് പറയുന്നത് പ്രകാശിൻ്റെയും സ്വപ്നയുടെയും മദർ എന്നല്ലേ പറഞ്ഞ്? ഹു ഇസ് ദ മദർ ഓഫ് ഷീല, ഹു ഇസ് ദ മദർ ഓഫ് പ്രകാശ് ആൻഡ് സ്വപ്ന എന്നല്ലേ പറഞ്ഞേ? സോ ഷീല എന്ന് പറയുന്നത് പ്രകാശിൻ്റെയും സ്വപ്നയുടെയും ഷീല ഹു ഇസ് ദ മദർ ഓഫ് പ്രകാശ് ആൻഡ് സ്വപ്ന എന്ന് പറഞ്ഞാൽ ഷീല എന്ന് പറയുന്നത് ആരുടെയൊക്കെ അമ്മയാണ്? പ്രകാശിൻ്റെയും സ്വപ്നയുടെയും മദറാണ്. സോ സ്വപ്ന ഇവിടെ കിട്ടി. സ്വപ്ന കിട്ടിയെങ്കിൽ സ്വപ്നയുടെയും പിന്നെ ആരുടെ? പ്രകാശിൻ്റെയും. സ്വപ്നയുടെയും പ്രകാശിൻ്റെയും അമ്മയാണ് എന്ന് വെച്ചാൽ സ്വപ്നയും പ്രകാശും സഹോദരന്മാരാന്ന് മനസ്സിലാവും. സ്വപ്നയും പ്രകാശും സഹോദരന്മാരാണ്. അന്നേരം അവരെ ഒരുമിച്ച് മാർക്ക് ചെയ്യാം. സ്വപ്നയും പ്രകാശും സഹോദരന്മാരാണ്. അവരുടെ അമ്മയാണ്, സ്വപ്നയുടെയും പ്രകാശിൻ്റെയും അമ്മയാണ് ആരെന്ന് പറയുന്നത്? ഷീല എന്ന് പറയുന്നത്. അതും ക്ലിയറായി. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മുടെ പോയിന്റ്സ് ഒന്നുകൂടെ വായിക്കാം. പങ്കജ് ഈസ് ദ സൺ ഓഫ് രാജേഷ് ആൻഡ് സ്വപ്ന. പങ്കജ് എന്ന് പറയുന്നത് രാജേഷിൻ്റെയും സ്വപ്നയുടെയും മകനാണ്. രാജേഷും സ്വപ്നയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരുടെ മകനാണ്, രാജേഷിൻ്റെയും സ്വപ്നയുടെയും മകനാണ് ആരെന്ന് പറയുന്നത്? പങ്കജ് എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞേ? വൈൽ ദീപ ഇസ് ദ ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല. അത് നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്ത എന്താ?
ഷീലയെ പറ്റി പറയുകയാണ്. ഷീല ഹൂ ഇസ് ദ മദർ ഓഫ് പ്രകാശ് ആൻഡ് സ്വപ്ന. ഷീല എന്ന് പറഞ്ഞ ആരാ? ഹൂ ഇസ് ദ മദർ ഓഫ് പ്രകാശ് ആൻഡ് സ്വപ്ന. ഷീല എന്ന് പറഞ്ഞ ഹൂ ഇസ് ദ മദർ ഓഫ് പ്രകാശ് ആൻഡ് സ്വപ്ന. പ്രകാശിൻ്റെയും സ്വപ്നയുടെയും മദറാണ് ഷീല. അത് മാർക്ക് ചെയ്ത് വെച്ചല്ലോ. ഇനി ഒന്നുകൂടെ പറഞ്ഞായിരുന്നല്ലോ എന്താ? വൈൽ ദീപ ഇസ് ദ ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല. ദീപ എന്ന് പറയുന്നത് വൈൽ ദീപ ഇസ് ദ ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല അല്ലേ? ദീപ എന്ന് പറയുന്നത് ആരുടെ? ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല. ഷീലയുടെ ഒരേ ഒരു ഗ്രാൻഡ് ഡോക്ടറാണ് നമ്മുടെ ഷീല. ഷീലയുടെ ഗ്രാൻഡ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ദീപ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ദീപ ഇതിൻ്റെ താപ്പോട്ട് വരച്ചു കഴിഞ്ഞാൽ ദീപ എന്ന് പറയുന്നത് ഷീലയുടെ ഗ്രാൻഡ് ഡോക്ടർ ആകുമ്പം ഒന്നുകിൽ മകളായിട്ടുള്ള സ്വപ്നയുടെ മകളായിരിക്കും, അല്ലെങ്കിൽ മകനായിട്ടുള്ള പ്രകാശിൻ്റെ മകളായിരിക്കും. ക്ലിയർ ആണല്ലോ? അത് ഉറപ്പിക്കാം. ദീപ എന്ന് പറയുന്നത് ഷീലയുടെ ഓൺലി ഗ്രാൻഡ് ഡോക്ടറാണ്. സോ ഷീലയുടെ ഗ്രാൻഡ് ഡോക്ടറാണ് ദീപ എന്ന് പറഞ്ഞാൽ ഷീലയുടെ മകളുടെ മകളായിരിക്കാം, അല്ലെങ്കിൽ മകൻ്റെ മകളായിരിക്കാം. സോ അടുത്ത സ്റ്റെപ്പിൽ എന്താ പറഞ്ഞേ? പ്രകാശ് ഈസ് അൺമാരിഡ്. അപ്പോഴേ ക്ലിയർ ആയി. പ്രകാശ് ഈസ് അൺമാരിഡ്, അത്രയും നമുക്ക് കിട്ടിയാൽ മതി. പ്രകാശ് അൺമാരിഡ് ആണ്. പ്രകാശിന് അന്നേരം മക്കളില്ല. പ്രകാശിന് മക്കളില്ലെങ്കിൽ പിന്നെ സ്വപ്നയുടെ മകളാണ് ദീപയെന്ന് നമുക്ക് മനസ്സിലായി. റെഡിയാണ്? സ്വപ്നയുടെ മകളാണ് ദീപയെന്ന് മനസ്സിലായി. എന്നാൽ ബാക്കി നമുക്ക് വേണ്ട. ബാക്കിയൊക്കെ ബ്രദർ ഓഫ് ദി വൈഫ് ഓഫ് രാജേഷ്, അതെന്തും ആയിക്കോട്ടെ, അതൊന്നുമല്ല ചോദ്യം. ചോദ്യം എന്താ? ഹൗ ഈസ് പങ്കജ് ഈസ് റിലേറ്റഡ് ടു ദീപ. ഹൗ ഈസ് പങ്കജ് ഈസ് റിലേറ്റഡ് ടു ദീപ എന്നല്ലേ ചോദിച്ചേ? നമുക്കിപ്പോൾ എന്താ കിട്ടിയേ? സ്വപ്നയുടെ മകളാണ് ദീപയെന്ന് കിട്ടി. ആദ്യം എന്താ പറഞ്ഞേ? സ്വപ്നയുടെ മകനാണ് പങ്കജ്. സ്വപ്നയുടെ മകളാണ് ദീപ. സ്വപ്നയുടെ മകനാണ് പങ്കജ്. എന്നാൽ എന്താ ചോദ്യം? പങ്കജും ഹൗ ഈസ് പങ്കജ് ഈസ് റിലേറ്റഡ് ടു ദീപ എന്നല്ലേ ചോദിച്ചേ? പങ്കജ് ദീപയുടെ ആരാണെന്ന് ചോദിച്ചേ? ഹൗ ഈസ് പങ്കജ് ഈസ് റിലേറ്റഡ് ടു ദീപ എന്ന് ചോദിച്ചാൽ ദീപയുടെ ആരാണ്? ബ്രദറാണ്. സ്വപ്നയുടെ 2 മക്കളാണ് ദീപയും പങ്കജും. സോ ദീപയുടെ ബ്രദറാണ് പങ്കജ്. ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിനകത്ത് ബ്രദർ ഉണ്ട്. ഞാൻ ഓപ്ഷൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. സോ ആൻസർ ഇസ് ഈക്വൽ ടു ബ്രദർ ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, ഞാൻ ഒന്ന് വായിക്കാം. എ ട്രെയിൻ ഓഫ് ലെങ്ത് 400 മീറ്റർ. ട്രെയിനിൻ്റെ ലെങ്ത് ഉണ്ട് 400 മീറ്റർ. ട്രെയിനിൻ്റെ നീളത്തിന് നമുക്ക് ഫസ്റ്റ് ട്രെയിനിൻ്റെ നീളത്തിന് L1 എന്ന് കൊടുക്കാം, ലെങ്ത് 1. ട്രെയിൻ ഓഫ് ലെങ്ത് 400 മീറ്റർ അല്ലേ? ടേക്സ് 15 സെക്കൻഡ്സ്, 15 സെക്കൻഡ്സ് എടുക്കും. അത് പിന്നെ മാർക്ക് ചെയ്യാം. ടു ക്രോസ് എ ട്രെയിൻ ഓഫ് ലെങ്ത് 300 മീറ്റർ. ആ മറ്റൊരു ട്രെയിന് മറികടക്കും, ക്രോസ് ചെയ്യാൻ എടുക്കും. സോ രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളത്തിന് L2 എന്ന് പറഞ്ഞാൽ 300 മീറ്റർ. ട്രാവലിംഗ് അറ്റ് 60 km/h ഫ്രം ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അന്നേരം എങ്ങനെയാണ്? 400 മീറ്റർ നീളമുള്ള ട്രെയിൻ 300 മീറ്റർ നീളമുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ട്രെയിനിനെ എത്ര സെക്കൻഡ്? 15 സെക്കൻഡ് കൊണ്ട്. ടൈം ഇസ് ഈക്വൽ ടു 15 സെക്കൻഡ് കൊണ്ട് മറികടക്കും അല്ലേ? എത്ര സ്പീഡിൽ വരുന്ന? ഒന്നിൻ്റെ സ്പീഡ് ഉണ്ടല്ലോ. ഒന്നിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h അല്ലേ? ഇങ്ങനെ മാർക്ക് ചെയ്യാം. സ്പീഡ് ഇസ് ഈക്വൽ ടു 60 km/h. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ S2L കണ്ടുപിടിക്കണ്ടേ? ഇതാണ് ചോദ്യം. എങ്ങനെയാണ്? ഒരു ട്രെയിനിൻ്റെ നീളം 400 മീറ്റർ. ഒരു ഫിഗറാക്കി ഇങ്ങനെ ഇരിക്കും. 400 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ അങ്ങോട്ട് പോകും. പിന്നെ തിരിച്ച് ഒരു ട്രെയിൻ താണ്ടെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടുമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈ ട്രെയിനിൻ്റെ നീളം 400 മീറ്റർ ആണ്. മറ്റേ ട്രെയിനിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 300 മീറ്റർ ആണ്. ഈ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h ആണെങ്കിൽ മറ്റേതിൻ്റെ സ്പീഡാണ് ചോദിച്ചത് അല്ലേ? അന്നേരം ഇങ്ങനെ ചോദിച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനകത്ത് 2 വാഹനങ്ങൾ മറികടക്കാൻ എടുക്കുന്ന ടൈമിൻ്റെ ഇക്വേഷൻ പഠിക്കണം. ടൈമിൻ്റെ ഇക്വേഷൻ ഇതാണ്. ടൈം ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2. ഈ ഇക്വേഷൻ പഠിക്കണം. L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2. ഇക്വേഷൻ എന്താ? L1 പ്ലസ് L2 ഡിവൈഡഡ് ബൈ S1 മൈനസ് S2. ഓക്കെ ആണല്ലോ? അങ്ങനെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ L1 എന്ന് പറഞ്ഞാൽ ഈ S1 മൈനസ് S2 എന്നതിൻ്റെ കാര്യം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനകത്ത് സ്പീഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനകത്ത് റിലേറ്റീവ് സ്പീഡ് കിട്ടാൻ വേണ്ടി എല്ലായ്പ്പോഴും മൈനസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ മൈനസ് വന്നത്. ഇത് സെയിം ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസ് വരുമായിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് സ്പീഡിൻ്റെ സ്ഥാനത്ത് റിലേറ്റീവ് സ്പീഡ് കിട്ടാൻ വേണ്ടി, ആപേക്ഷിക വേഗത കിട്ടാൻ വേണ്ടി മൈനസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ മൈനസ് കൊടുത്തത്. ഓക്കെ, അതൊക്കെ നമുക്ക് പറയാം. എന്നാൽ വാല്യൂസ് കൊടുക്കുമ്പോൾ ടൈം ഇസ് ഈക്വൽ ടു 15 സെക്കൻഡ് യൂണിറ്റ് കൂടെ മാർക്ക് ചെയ്യണം. L1 ഇസ് ഈക്വൽ ടു L1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ട്രെയിനിൻ്റെ നീളം 400 മീറ്റർ പ്ലസ് L2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം 300 മീറ്റർ ഡിവൈഡഡ് ബൈ
S1 എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ്, അത് സ്പീഡ് S1 S2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല, 60 km/h മൈനസ് S2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇല്ല, എന്നാൽ നമുക്ക് അതിന് H km/h എന്ന് കൊടുക്കാം. S2 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് H km/h ആണ്. ഓക്കെ ആണല്ലോ, ഇത്രയും വാല്യൂസ് കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡും ഇവിടെ മീറ്ററുമാണ്, ഇവിടെ ടൈം പറഞ്ഞ സെക്കൻഡും ഇവിടെ പറയുന്നത് മീറ്ററും ആയതുകൊണ്ട് ഇവിടെ പറയേണ്ടത് മീറ്റർ പെർ സെക്കൻഡാണ്. സോ ഇവിടെ km/h നമുക്ക് കിട്ടിയേ 60 km/h H km/h. സോ ഇവിടെ മീറ്റർ ഇവിടെ സെക്കൻഡ് ആയതുകൊണ്ട് മീറ്ററും സെക്കൻഡും ആകുമ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. സോ km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. ഈ km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഇവിടെ മീറ്ററും ഇവിടെ സെക്കൻഡും ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കാം. അങ്ങനെ ചെയ്യുമ്പം ഇവിടെ ബാക്കിയുള്ളത് 15 സെക്കൻഡ് ഈസ് ഈക്വൽ ടു അവിടെ 400 മീറ്ററിൻ്റെ കൂടെ 300 മീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ 700 മീറ്റർ ഡിവൈഡഡ് ബൈ ഇവിടെ 60 മൈനസ് H, അത്രയും km/h ആയിരുന്നു. പക്ഷെ അതിനെ മീറ്റർ പെർ അവർ ആക്കാൻ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എത്ര കൊണ്ട് ഗുണിച്ചു? 5/18 കൊണ്ട് ഗുണിച്ചപ്പം അത് എന്തായിട്ട് മാറി? മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറ്റി. ക്ലിയർ ആണ്? ഓക്കെ, അന്നേരം അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതണം. ഇവിടെ 15 സെക്കൻഡ് അവിടെ നിൽക്കട്ടെ, അപ്പുറമുള്ള 700 മീറ്ററും അവിടെ നിർത്തിയിട്ട് താഴെയുള്ളത് 60 മൈനസ് H ഇൻറ്റു 5/18. അടുത്ത സ്റ്റെപ്പിൽ ഈ 18 ഈ മേളിലോട്ട് അങ്ങിടണം. എന്ന് വെച്ചാൽ ഭിന്നസംഖ്യ 700 കൊണ്ട് 5/18 എന്ന് പറഞ്ഞ ഭിന്നസംഖ്യയെ ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 5/18 ഹരിക്കുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. സോ 5/18 തിരിച്ചിടുമ്പം 18/5 എന്ന് എഴുതാം. അങ്ങനെ എഴുതാം, കിട്ടുമല്ലോ. എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. കണ്ടുപിടിക്കേണ്ട H ആണെങ്കിൽ H നമുക്ക് അങ്ങോട്ട് കൊണ്ടുചെല്ലാം. സോ H ഇങ്ങോട്ട് കൊണ്ടുചെല്ലുമ്പം ആൾറെഡി അവിടെ ഒരു 15 ഉണ്ട്. എന്നാൽ ഇങ്ങനെയും കൂടെ ഒന്ന് എഴുതി വെക്കാം, ആ ബൈ കൊടുത്തതേ ഉള്ളൂ. ഇവിടെ ആൾറെഡി ഉള്ളത് 700 ആണ്. ആ 700 കൊണ്ട് ഇവിടെ ഒരു 18 ഉണ്ട്. ഇവിടെയുള്ള ഇൻറ്റു 15 ആണ്. ആ ഇൻറ്റു 15 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 15 എന്ന് വെച്ചാൽ മുകളിൽ നിൽക്കുന്ന 15 താപ്പോട്ട് എഴുതണം. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന 60 മൈനസ് H അപ്പുറോട്ട് ചെല്ലുമ്പം അത് മേപ്പോട്ട് എഴുതണം. ഒന്ന് അറേഞ്ച് ചെയ്യണം. എന്ന് വെച്ചാൽ H കിട്ടാൻ വേണ്ടി Hനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പം ഈ 60 മൈനസ് H ഇങ്ങോട്ടും ഇടാം, ഈ 15 എടുത്ത് ഇങ്ങോട്ടും ഇടാം, ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ക്ലിയർ ആണ്. ഈ 60 മൈനസ് Hനെ എടുത്ത് ഇങ്ങോട്ടും ഇടാം, 15 എടുത്ത് ഇങ്ങോട്ട് വിടാം. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് നമുക്ക് എഴുതാം, ഈ 60 മൈനസ് H ഇൻറ്റു 15 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് 60 മൈനസ് H ഇൻറ്റു 15 അപ്പുറം ചെല്ലും ബൈ 15. അതൊന്നും വേണ്ട. ഈ 60 മൈനസ് Hനെ മേലോട്ടും കൊടുത്ത് ഈ 15 എടുത്ത് താപ്പോട്ടും കൊടുത്ത് ഇൻറ്റു 15 താപ്പോട്ട് കൊടുത്തല്ലോ, 60 മൈനസ് H അങ്ങോട്ടും പോയി, ബാക്കി ഒരു 5 ഉണ്ടല്ലോ, 5 ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഇതങ്ങ് വെട്ടിക്കറി ചെയ്താൽ മതി. വെട്ടിക്കറി ചെയ്യുമ്പം ഇവിടെ 15ഉം 18ഉം കണ്ടാൽ നമുക്ക് 3 കൊണ്ട് വെട്ടാം. സോ 18നകത്ത് 3 6 തവണ, 15നകത്ത് 3 ആണെങ്കിൽ 5 തവണ അല്ലേ. എന്നിട്ട് താഴെ 5 ആകുമ്പോൾ 25ആയി. സോ 25നെ കൊണ്ട് 700 വേണമെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ 5നെ കൊണ്ട് വെട്ടാം. 5നെ കൊണ്ട് വെട്ടുവാണെങ്കിൽ 5നകത്ത് 5 ഒരു തവണ, 70നകത്ത് 5 ആണെങ്കിൽ 14 തവണ, 0 കൊടുത്താൽ 140 കിട്ടും. അടുത്ത 140നകത്ത് 5 എത്രയാണെന്ന് ചോദിച്ചാൽ 5നകത്ത് 5 ഒരു തവണ, 140/5 എന്ന് പറഞ്ഞാൽ 28 കിട്ടും. സോ ഇവിടെ 60 മൈനസ് H ഈക്വൽ ടു അപ്പുറം 28നെ കൊണ്ട് ഇൻറ്റു 6, 28നെ കൊണ്ട് 6 ഗുണിച്ചാൽ എത്ര കിട്ടും? 8നെ കൊണ്ട് 6 ഗുണിച്ചാൽ 48 കിട്ടും, ബാക്കി 4, 2 ഇൻറ്റു 6 12 4 16, 168 കിട്ടും. സോ 60 മൈനസ് Hൻ്റെ വില 168 ആണെങ്കിൽ, അല്ലെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് 168 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H ആണ്. ശരിയല്ലേ? H കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൈനസ് Hനെ നമുക്ക് അപ്പുറത്തോട്ട് എഴുതുമ്പോൾ അത് പ്ലസ് H എന്നാക്കാം. എന്നിട്ട് ഇവിടെയുള്ള 60ഉം മറ്റേ പ്ലസ് 168 ഇപ്പുറം വരുമ്പോൾ മൈനസ് 168 ആവും. എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി, ഇത്രയേ ഉള്ളൂ. ഈ 2 നമ്പറിൻ്റെ ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പം H ഈക്വൽ ടു 168ൻ്റെയും 60ൻ്റെയും വ്യത്യാസം എടുത്താൽ മതി. സ്പീഡിനകത്ത് മൈനസ് ഒന്നും വരത്തില്ല, അതുകൊണ്ട് വ്യത്യാസം എടുത്താൽ മതി. അങ്ങനെ 168 നിന്ന് 60 കുറയ്ക്കണം. 168 നിന്ന് 60 കുറയ്ക്കുമ്പം നമ്മൾ കൊടുത്ത H ഈക്വൽ ടു 168 നിന്ന് 60 കുറച്ചാൽ എത്ര കിട്ടും? 108 എന്ന് കിട്ടും. കിട്ടിയല്ലോ. നമ്മൾ കൊടുത്തത് H km/h എന്ന് തന്നെ. സോ 108 km/h ആണ് ഉത്തരം. അങ്ങനെയല്ലേ കൊടുത്തേ? പിന്നെ കണക്ക് ചെയ്യാൻ വേണ്ടി 5/18 കൊണ്ട് ഗുണിച്ചെന്നേ ഉള്ളൂ ചേഞ്ച് ചെയ്യാൻ. പക്ഷെ നമ്മൾ കൊടുത്തത് H ആണ്. ആ Hൻ്റെ വില 108 km/h. അങ്ങനെ തന്നെ ചോദ്യം km/h പറയാണ്. ഓപ്ഷൻസിനകത്ത് 108 ഉണ്ട്. സോ ഉറപ്പിക്കാം ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, 108 ആണ്. നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഇറ്റ് വാസ് സൺഡേ ഓൺ ജനുവരി 1, 2006. വാട്ട് വാസ് ദ ഡേ ഓഫ് ദി വീക്ക്? ജനുവരി 1, 2010 ആണ് ചോദിച്ചത് അല്ലേ? ചോദ്യം ഇതാണ്, 2006 ജനുവരി 1 എന്ന് പറഞ്ഞാൽ സൺഡേ ആണ്. 2006 ജനുവരി 1 സൺഡേ ആണെങ്കിൽ ചോദ്യം ചോദിക്കുന്നത് വളരെ എളുപ്പമാണ്. 2010 ജനുവരി 1 ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കലണ്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ എടുത്ത ടോപ്പിക്കിനകത്ത് കലണ്ടർ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ കലണ്ടർ നമ്മൾ എടുത്തതിനകത്ത് ഈ കണക്ക് നമ്മൾ ചെയ്ത കണക്ക് തന്നെയാണ്, ചെയ്ത മോഡൽ തന്നെയാണ്. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇത് ഇത്രയും ചെയ്താൽ മതി. 2006 ജനുവരി 1 സൺഡേ ആണെങ്കിൽ 2010 ജനുവരി 1 ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡേ സെയിം ആണ്. ഡേ സെയിം ആണെങ്കിൽ വർഷത്തിൻ്റെ വ്യത്യാസം എടുക്കണം. വർഷത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10ൻ്റെ 6ൻ്റെ വ്യത്യാസം 4 എഴുതിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ലീപ്പ് ഇയർ അങ്ങ് എഴുതി വെക്കണം. 2006ൻ്റെയും 2010ൻ്റെ ഇടയ്ക്ക് ലീപ്പ് ഇയർ ഉണ്ടോ എന്ന് നോക്കണം. ലീപ്പ് ഇയർ ഉണ്ട്. 2008 ലീപ്പ് ഇയർ ആണ്. സോ എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 1 ലീപ്പ് ഇയർ ഉണ്ട്. ആ ലീപ്പ് ഇയറിൻ്റെ എണ്ണം ഇവിടെ കൂട്ടണം. എന്ന് വെച്ചാൽ ആദ്യം ഡിഫറൻസ് എടുക്കണം. 10ൻ്റെ 6ൻ്റെ വ്യത്യാസം 4 എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ലീപ്പ് ഇയർ ഉണ്ടോ ആ ലീപ്പ് ഇയറിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ്. 2006ൻ്റെയും 2010ൻ്റെ ഇടയ്ക്ക് 2008 എന്ന 1 ലീപ്പ് ഇയർ ഉണ്ട്. സോ ലീപ്പ് ഇയറിൻ്റെ എണ്ണം 1, ഡിഫറൻസ് 4, ലീപ്പ് ഇയറിൻ്റെ എണ്ണം 1. 4ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 5 കിട്ടിയാൽ തന്ന ദിവസം കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം, സൺഡേ കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം, ഞായർ കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. വെള്ളിയാണ് ഉത്തരം. ആൻസർ ഇസ് ഈക്വൽ ടു വെള്ളിയാഴ്ചയാണ്. ഫ്രൈഡേ ആണ് ഈ കണക്കിൻ്റെ ഉത്തരം. വെള്ളിയാഴ്ചയാണ്. ക്ലിയർ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് 0.5, 0.05, 0.005 × 50 × 500 അല്ലേ? എങ്ങനെ ചെയ്യാം? ഇത്രയേ ഉള്ളൂ. പോയിന്റ് എടുക്കരുത്. പോയിന്റ് എടുക്കാതെ നമ്പർ ഇല്ലാതെ ഗുണിക്കണം. ഏറ്റവും അവസാനം പോയിന്റ് കൊടുക്കണം. ഡെസിമൽ നമ്പേഴ്സിൻ്റെ ചോദ്യമാണ്. പോയിന്റ് എടുക്കാതെ നമ്പർ ഇല്ലാതെ ഗുണിക്കണം. നമ്പർ മാത്രം നോക്കുക, പോയിന്റ് എടുക്കരുത്. 5, 5, 5, 50, 500 അങ്ങനല്ലേ? വേറെ നമ്പർ ഇല്ലാതെ ഗുണിക്കാം. 5ഉം 5ഉം 5 × 5 25. 25 × 5 എന്ന് പറഞ്ഞാൽ 125. ഈ 50ഉം 500-നകത്ത് 5 ഗുണിക്കാം, 0 പിന്നെ കൊടുക്കാം. 5 × 5 25. 25 × 5 എന്ന് പറഞ്ഞാൽ 125. 125 × 5 എന്ന് പറഞ്ഞാൽ 625. 625-നെ കൊണ്ട് 5 ഗുണിച്ചാൽ 3125 എന്ന് കിട്ടും. കിട്ടിയല്ലോ? 5 5 തവണ ഗുണിക്കുമ്പോൾ 3125. ഓപ്ഷൻസ് നോക്കുമ്പോഴൊക്കെ നമ്പർ അത് തന്നെ, അന്നേരം ഗുണിക്കുമ്പോൾ അത് തന്നെ 3125. ഇനി ആ 0 കൊടുക്കാം. ആ 0 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 50 ആണ്, ഇവിടെ 500 ആണ്. അന്നേരം ഇവിടെ ഒരു 0, ഇവിടെ 2 0. സോ മൊത്തം 3 0 കൊടുക്കണം. കിട്ടിയല്ലോ? എന്നിട്ട് നമ്മളിതെല്ലാം അവിടെ ഗുണിച്ച് കഴിഞ്ഞു. 5 ഗുണിച്ചു, 5 ഗുണിച്ചു, 5 ഗുണിച്ചു. പോയിന്റ് ഉള്ള എല്ലായിടത്തും 5 ഗുണിച്ചു. പോയിന്റ് ഇല്ലാത്തയിടത്ത് 50ഉം 500ഉം ഗുണിച്ചു. 5 ഗുണിച്ചിട്ട് 50ൻ്റെ ഒരു 0 കൊടുത്തു, 500ൻ്റെ 2 0 കൊടുത്തല്ലോ. അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് എത്ര ഉണ്ടെന്ന് എണ്ണിയിട്ട് ആ പോയിന്റും കൊടുത്താൽ മതി. എത്ര സ്ഥാനം മാറ്റി പോയിന്റ്? 1 2 3. ഇവിടെ 1 2, ഇവിടെ 1. ആകെ എത്ര? 1 2 3 4 5 6. 6 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. 6 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ. അതുകൊണ്ട് 6 സ്ഥാനം മാറ്റി പോയിന്റ്. ഒന്ന് നോക്കി, 1 2 3 4 5 6. 6 സ്ഥാനം മാറ്റി പോയിന്റ്. സോ 1 2 3 4 5 6 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇത്രയേ ഉള്ളൂ. അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. 3.125 എന്ന് കിട്ടും. അവസാനം 0 വന്നാൽ അത് കൊടുക്കണ്ട. പോയിന്റിന് ശേഷം ലാസ്റ്റ് 0 കൊടുക്കണ്ട. സോ 3.125. ഓപ്ഷൻ നോക്ക്, 3.125. അതാണ് ഓപ്ഷൻ ഡി അവിടെ കിടപ്പുണ്ട്. അപ്പോഴേ ഉറപ്പിക്കാം ഇതാണ് നമ്മുടെ ഉത്തരം. 3.125. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ഒരു പെർസെൻറ്റേജിൻ്റെ ശതമാനത്തിനകത്തെ റെഗുലർ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദ്യമാണ്. ഇഫ് ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ഇൻക്രീസ്ഡ് ബൈ 50%, by what fraction must its consumption be reduced so as to keep the same expenditure on its consumption? എന്ന് വെച്ചാൽ ഈ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് 50% ഇൻക്രീസ് ആയി, ഒരു ഉൽപ്പന്നത്തിൻ്റെ വില 50% ഇൻക്രീസ് ആയി. എന്നാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വാട്ട് ഫ്രാക്ഷൻ മസ്റ്റ് ഇറ്റ്സ് കൺസംഷൻ സോ ബി റെഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ അതിൻ്റെ കൺസംഷൻ കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? എന്താ കൺസംഷൻ എത്ര കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ ആകെയുള്ള ചിലവെന്ന് പറയുന്നത് സെയിം ആയിട്ട് നിൽക്കും. സെയിം എക്സ്പെൻഡിച്ചർ എന്നല്ലേ ചോദിച്ചേ? എന്ന് വെച്ചാൽ എങ്ങനെയാണ്?
ഒരു ഉൽപ്പന്നത്തിൻ്റെ വില 50% കൂട്ടിയിട്ട് അതിൻ്റെ കൺസംഷൻ, ഉപഭോഗം നമ്മൾ എത്ര കുറയ്ക്കണം, അതിൻ്റെ എക്സ്പെൻഡിച്ചർ, ആകെയുള്ള ചിലവ് മാറാതിരിക്കാൻ വേണ്ടി ഉപഭോഗം എത്ര കുറയ്ക്കണം. ഒരു ഉൽപ്പന്നത്തിൻ്റെ വില 50% കൂട്ടി, അങ്ങനെയാണെങ്കിൽ ഉപഭോഗം കുറയ്ക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ ചിലവ് എത്ര കുറയ്ക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അന്നേരം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൺസംഷൻ, ഉപഭോഗം എത്ര കുറയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെയുള്ള ചിലവിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ആകെയുള്ള ചിലവിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറയാം, ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒന്ന് കൂട്ടുകയാണ്. നമ്മുടെ ഉപഭോഗം കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കമ്മോഡിറ്റിയുടെ വില ഇത്ര കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ളതിനകത്ത് മാറ്റം വരാതിരിക്കണമെങ്കിൽ, ആകെയുള്ള കൺസംഷനകത്ത്, ഉപഭോഗത്തിനകത്ത് മാറ്റം വരാതിരിക്കണമെങ്കിൽ പിന്നെ അത് കുറയ്ക്കണമല്ലോ. അന്നേരം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കുറയണം, എങ്കിലല്ലേ ആ ചിലവ് സെയിമായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും. അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത്, ആദ്യം എന്തു പറയുന്നു, ആദ്യം ഇൻക്രീസ് എന്നാണ് പറയുന്നതെങ്കിൽ, ഫ്രാക്ഷൻ അല്ലേ ചോദിച്ചത്, ബൈ വാട്ട് ഫ്രാക്ഷൻ, ആദ്യം ഇൻക്രീസ് എന്നാണ് ചോദിച്ചതെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ കൊടുക്കണം, A/100 എന്ന് കൊടുക്കണം. A/100 എന്ന് പറഞ്ഞാൽ അതിൽ തന്ന നമ്പറാണ്. ഇത്രയേ ഉള്ളൂ. ആദ്യം ഇൻക്രീസ് എന്നാണ് പറയുന്നതെങ്കിൽ A/100+A. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്തങ്ങ് പറയാം, ആദ്യം ഡിക്രീസ് എന്നാണ് പറയുന്നതെങ്കിൽ ആദ്യം ചിലപ്പോൾ ഡിക്രീസ് ആയിരിക്കും. ഡിക്രീസ് ആണെങ്കിൽ പിന്നെ ചോദ്യം ചോദിക്കുമ്പം ഇത് എത്ര കൂട്ടണമെന്നായിരിക്കും, റെഡ്യൂസ് അല്ല, അവിടെ എത്ര ഇൻക്രീസ് എന്ന് ചോദിക്കും. അങ്ങനെയും ചോദിക്കാം. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഈ ചോദ്യം ഇങ്ങനെ മാറ്റണം, A/100 എന്നും കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ആദ്യം ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ A/100+A, ആദ്യം ഡിക്രീസ് എന്നാണ് പറയുന്നതെങ്കിൽ A/100 സോ ഈ ക്വസ്റ്റിനകത്ത് അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് എന്നല്ലേ തുടക്കത്തിൽ പറഞ്ഞ്, അന്നേരം എത്ര കൂടിക്കഴിഞ്ഞാൽ ഉപഭോഗം എത്ര കുറയ്ക്കണം എന്നല്ലേ ചോദിച്ചേ, ചിലവ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, സെയിം എക്സ്പെൻഡിച്ചർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലവ് എത്ര കുറയ്ക്കണമെന്ന്, കൺസപ്ഷൻ എത്ര റെഡ്യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഉപഭോഗം എത്ര കുറയ്ക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കൂടുതലെന്ന് പറയുമ്പം A/100+A. സോ എയുടെ വില എന്ന് പറഞ്ഞാൽ 50/100+A എന്ന് പറഞ്ഞാൽ 100+50 എന്ന് കൊടുക്കണം, = 50/150 എന്ന് കിട്ടുമല്ലോ. 50-നകത്ത് 50 ഒരു തവണ, 150-നകത്ത് 50 3 തവണ. സോ ആൻസർ = 1/3. എത്രയേ ഉള്ളൂ, ആൻസർ 1/3 ആണ്. ഇനി ചില ക്വസ്റ്റിനകത്ത് ഫ്രാക്ഷൻ ആയിരിക്കത്തില്ല, ബൈ വാട്ട് പെർസെൻറ്റേജ് എന്നായിരിക്കും, ശതമാനമായിരിക്കും. ശതമാനമാണെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു 100 കൊണ്ട് ഗുണിച്ചാൽ മതി, ×100 കൊടുത്താൽ മതി. 100 × 1/3 എന്ന് പറഞ്ഞാൽ 33 and 1/3% ആണ് ശതമാനം. ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നിർത്താം 1/3. നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം പ്രൈസ് ഇൻക്രീസ് എന്നാണ് പറയുന്നതെങ്കിൽ A/100+A, ആദ്യം പ്രൈസ് ഡിക്രീസ് എന്നാണ് പറയുന്നതെങ്കിൽ A/100-A. എന്ന് പറഞ്ഞാൽ ഗിവൺ നമ്പർ. ക്ലിയർ? എന്താ ചോദ്യം? ഓൺ എ സർട്ടൺ സം ഓഫ് മണി, the compound interest for 2 years is rupees 304.5 and the simple interest for the same period rupees 290. Find the rate of interest per annum. അല്ലേ? എന്താ ചോദിച്ചത്? 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 304.5 ആൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം പീരീഡ്. സോ സെയിം പീരീഡ് ആകുമ്പോൾ 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 290. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് 304.5 സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് 290 ആണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത്, അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണ് ചോദിച്ചത്. ഇതിലൊരു എളുപ്പമാർഗ്ഗമുണ്ട്, ഞാൻ ആ എളുപ്പമാർഗ്ഗം പറയാം. അതിങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റും തന്നിട്ട് 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് മേലോട്ട് മാർക്ക് ചെയ്യണം. ഇങ്ങനെ എഴുതിയാൽ മതി, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്, CI മൈനസ് SI എന്ന് എഴുതിയിട്ട് താപ്പോട്ട് 1 ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എഴുതണം. എന്നിട്ട് പേഴ്സൻറ്റേജ് കണക്കാക്കാൻ വേണ്ടി 100 കൊണ്ട് ഗുണിക്കണം. ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ കണക്ക് പെട്ടെന്ന് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് എഴുതുകയും ചെയ്യാം. 1 വർഷം 2 വർഷം 290 ആകുമ്പോൾ 1 വർഷം 145, അങ്ങനെ ഇത് വെച്ച് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ എഴുതി ചെയ്യാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണുന്ന മാർഗ്ഗം ഇതാണ്.
2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് എഴുതണം. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന 2 വർഷം 304.5ൻ്റെയും 290ൻ്റെയും ഡിഫറൻസ് എഴുതണം. താപ്പോട്ട് 1 ഇയറിലെയാണ്, 2 വർഷമല്ല 1 ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എഴുതിയിട്ട് ശതമാനം കണക്കാക്കാൻ വേണ്ടി 100 കൊണ്ട് ഗുണിക്കണം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷത്തേക്കുള്ള 304.5 മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 വർഷത്തേക്കുള്ള 290/1 ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് പറയണം. 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 290 ആണെങ്കിൽ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയായിരിക്കും. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും ഈക്വൽ ആയിരിക്കും. 2 വർഷം കൊണ്ട് 290 ആണെങ്കിൽ 1 വർഷം കൊണ്ട് അതിൻ്റെ പകുതിയാണ് 290ൻ്റെ പകുതി. 200ൻ്റെ പകുതി 100ഉം 90ൻ്റെ പകുതി 45, 145 കിട്ടും. സോ 2 വർഷം കൊണ്ട് 290 ആണെങ്കിൽ 1 വർഷമാകുമ്പോൾ അതിൻ്റെ പകുതി 145 താഴെ കൊടുക്കണം. ശതമാനമാക്കാൻ വേണ്ടി, റേറ്റ് കാണാൻ വേണ്ടി ശതമാനമാക്കാൻ വേണ്ടി 100 കൊണ്ട് ഗുണിക്കും. അങ്ങനെ ചെയ്യുമ്പം 304.5ൽ നിന്ന് 290 കുറച്ച് എത്ര കിട്ടും? 290ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 300ആയി, അന്നേരം 10ആയി. പിന്നെ 300ൻ്റെ കൂടെ 4.5 ആകുമ്പോൾ 10 4.5ഉം 14.5 എന്ന് കിട്ടും. 14.5 താഴെയുള്ള 145 ഇൻറ്റു 100 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ നോക്കിയാൽ മതി. മുകളിൽ 14.5, അതുകൊണ്ട് ഈ പോയിന്റ് മാറ്റാം. പോയിന്റ് മാറ്റാൻ വേണ്ടി നമുക്കൊരു 10 കൊണ്ട് ഗുണിക്കാം. പോയിന്റ് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് ഗുണിക്കുമ്പം അത് 145 എന്ന് മാറി. അങ്ങനെ മുകളിൽ 10 കൊണ്ട് ഗുണിച്ചുകൊണ്ട് താഴെയും ഒരു 10 കൊണ്ട് ഗുണിക്കണം. സോ താഴെ 10 കൊണ്ട് ഗുണിക്കണം. 145 ഇൻറ്റു 10 ഇവിടെ കിട്ടിയോ? മുകളിൽ 14.5ൻ്റെ പോയിന്റ് മാറ്റാൻ വേണ്ടി ഒരു 10 കൊണ്ട് ഗുണിച്ചു. 10 കൊണ്ട് ഗുണിച്ചെന്ന് വിചാരിച്ചോ? 10 കൊണ്ട് ഗുണിച്ചത് കൊണ്ടാണ് പോയിന്റ് മാറിയപ്പം 145 കിട്ടി. അതുകൊണ്ട് പിന്നെ പോയിന്റ് കൊടുക്കണ്ട. അതുകൊണ്ട് ആ 10ഉം കൊടുത്തില്ല. കാരണം 10 കൊണ്ട് ഗുണിച്ചത് കൊണ്ടാണ് 145 കിട്ടിയത്. 14.5നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 145. താഴെ 145 ഉണ്ട്, മുകളിൽ 10 കൊണ്ട് ഗുണിച്ചുകൊണ്ട് വില മാറാതിരിക്കാൻ വേണ്ടി താഴെയും 10 കൊണ്ട് ഗുണിച്ചു. ലാസ്റ്റ് ശതമാനമാക്കാൻ വേണ്ടി 100 കൊണ്ട് ഗുണിക്കും. അങ്ങനെ ചെയ്യുമ്പം ഈ 145 വെട്ടിപ്പോവും. അടുത്ത സ്റ്റെപ്പിൽ ഈ 0 വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 10 ആണ്. ആൻസർ 10%. ഓപ്ഷൻ ഡി ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് അവിടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡാണ്. ഇതൊരു മാത്സിൻ്റെ ചോദ്യം അല്ലെന്ന് അറിയാമല്ലോ. മാത്സ് അല്ല, ഇത് ഇംഗ്ലീഷിനകത്ത് നിങ്ങൾക്കൊരു കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്, അത് മാത്സിനകത്ത് റീസണിങ്ങിനകത്ത് അവർ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഏതാണ് ഇതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് വേർഡ്? അതാണ്. കമ്പാഷനേറ്റിനകത്ത് 2 S വേണം. 2 S വരുന്ന ഓപ്ഷൻ ഇതാണ്. ഇവിടെയും 2 S ഉണ്ട്, പക്ഷേ ഇവിടെ NE ആണ്. സോ ആൻസർ ഇസ് ഈക്വൽ ടു NATE. 2 S വരണം. സോ ആൻസർ ഇസ് ഈക്വൽ ടു ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. അത് നിങ്ങൾക്കറിയായിരിക്കും കമ്പാഷനേറ്റിൻ്റെ സ്പെല്ലിങ്. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ കറക്റ്റ് സ്പെൽറ്റ് വേർഡിനകത്ത് പഠിക്കുന്നതാണ്. ഓക്കെ, അന്നേരം ഓപ്ഷൻ എ ആണ് ഉത്തരം. അന്നേരം 15 ചോദ്യം. ഈ 15 ചോദ്യത്തിനകത്ത് മാത്സിൽ ഏകദേശം എത്ര മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്ന് ചോദിച്ചാൽ ഒരു 2-3 ഇയേഴ്സിൽ കഴിഞ്ഞൊരു 2-3 വർഷത്തെ ഒരു 2023 തൊട്ട് PSC നടത്തിയ ഡിഗ്രി മെയിൻസിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്താൽ ആ കൂട്ടത്തിൽ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളിലൊന്നായിരുന്നു ഈ എക്സാമിൻ്റെ ചോദ്യം. അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതിനകത്ത് PSC ഉൾപ്പെടുത്തിയിട്ടില്ല. സോ കമ്പാരിറ്റീവ്ലി എളുപ്പമായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് മാർക്കായിട്ട് നമുക്കൊരു 12-13 മാർക്ക് അത് മേടിക്കണം. 12 മാർക്ക് എന്തായാലും നിങ്ങൾ മേടിക്കണം. 12 മാർക്ക് ഇതിനകത്ത് ഏറ്റവും നല്ല മാർക്കാണ്. കാരണം പ്രിലിംസിൻ്റെ എക്സാം പാസ്സായി വരുന്ന ആൾക്കാർ എഴുതുന്ന എക്സാം ആയതുകൊണ്ട്, ഡിഗ്രി മെയിൻസിൻ്റെ എക്സാം ആയതുകൊണ്ട് ഉറപ്പായിട്ടും 12 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. 12ന് മേളിൽ കിട്ടും. 15 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം മാത്സ് എളുപ്പത്തിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും നമ്മൾ ഇന്ന് ചെയ്ത ഈ എക്സ്പ്ലനേഷൻ്റെ ഈ സെഷൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.